അല്ലാത്തത് കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാൻ ജീവിതത്തിൽ വളരെ നിരാശയോട് കൂടി കഴിഞ്ഞു പോയ ഒരു 2-3 വർഷങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ. അന്ന് ഒരുപക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ റെസ്റ്റ് ടീച്ചറൊന്നും അങ്ങനെയുള്ള ഒരു വ്യക്തി എന്നെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ എത്തും എന്നൊക്കെ റെസ്റ്റ് ടീച്ചറിനോട് ഇടയ്ക്ക് പറയാറുണ്ട്. അന്ന് ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ഒരു പ്രശ്നമുണ്ട്, പരാജയ ഭയം എന്നുള്ളതാണ്. പരാജയ ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു സ്വപ്നം നമ്മളിൽ നിന്നും അസാധ്യമായി പോകുന്നുള്ളതാണ്. ഉദാഹരണത്തിന് എനിക്ക് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്കിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാൻ ചിന്തിക്കാണ്, എൻ്റെ കൂടെ മത്സരിക്കാൻ കേരളത്തിലുള്ള 3000 കുട്ടികളുണ്ട്, 4000 കുട്ടികളുണ്ട്, 5000 കുട്ടികളുണ്ട്. മോക്ക് ടെസ്റ്റുകൾക്ക് അവൻ 60 മാർക്കുണ്ട്, ഇവൾക്ക് 80 മാർക്കുണ്ട്, 90 മാർക്കുണ്ട്. ബ്രൈറ്റിൽ തന്നെ ഒരു കുട്ടി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആൾക്ക് മോക്ക് ടെസ്റ്റിന് 88 മാർക്കുണ്ട്. അപ്പോൾ ഞാനും ചോദിച്ചു നല്ല മാർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, സാറേ ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിളായിരുന്നു. സംഭവം ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടല്ല, ഒരു നന്നായി എഫേർട്ട് എടുത്തതിന്റെ റിസൾട്ടാണ്. പക്ഷെ ക്വസ്റ്റ്യൻ നല്ല സിമ്പിൾ ആയിരുന്നു, സാറ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല. ഒരു കുട്ടിക്ക് 60 കിട്ടി, എന്നോട് ഭയങ്കര സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 60 മാർക്കായിരുന്നാലും 80 മാർക്കായിരുന്നാലും നിങ്ങൾ കഷ്ടപ്പെടേണ്ടത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്ക് എക്സാമിനേഷൻ പേപ്പർ കിട്ടുന്നത് ഏപ്രിൽ 24-നും ഏപ്രിൽ 28-നാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം മാറ്റിവെക്കേണ്ടത് ഒരു പരാജയം മാറ്റിയെടുക്കാനാണ്. മുമ്പ് എൻ്റെ ഒരു അധ്യാപകൻ ജയ്സൽ സാർ എന്നാണ്, അറിയാവുന്ന എനിക്ക് അറിഞ്ഞോട് എല്ലാവർക്കും. ജയ്സൽ സാർ എന്നോട് പണ്ട് പറയാറുണ്ട്, അജു നിനക്ക് നെറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ നടന്നാണ്, പക്ഷേ നിനക്ക് എവിടെയോ പിഴയ്ക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആരോട് പറയാറുണ്ട്, ഞാൻ ഇവിടത്ത് എത്താൻ പോണില്ല എന്നുള്ളതാണ്. നീ അതെന്ന് പറയല് മാറ്റുവോ അന്ന് നീ എവിടെയെങ്കിലൊക്കെ എത്തും എന്നോട് ഒരൊറ്റ തവണ പറഞ്ഞു. ഞാനത് കേട്ടില്ല. ഒരാളല്ല, എന്നോടൊപ്പം ഈ ആൽക്കമിസ്റ്റിലെ പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ഈ ലോകം തന്നെ കൂടെ ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. ഓരോരുത്തരും കാണുന്നവരൊക്കെ പറയാൻ തുടങ്ങി, എടാ നിന്റെ നെഗറ്റീവ് ചിന്ത നീ മാറ്റ്, നീ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ എത്തും എന്നുള്ളത്. ആ ഒരു നെഗറ്റീവ് ചിന്ത മാറ്റിയെടുക്കാനുള്ള ഒരൊറ്റ വൈകിപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ലൈഫിൽ. പിന്നീട് അങ്ങോട്ട് പടച്ചോൻ ഞാൻ ഉദ്ദേശിക്കാത്തിടത്തേക്ക് റബ്ബൻ എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളോട് ഞാനത് പറയാറുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു സാധനം തന്നെയാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മളൊരു ഹർക്കത്ത് പോലും പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ജനറൽ നോളജ് എന്താണെന്ന് അറിയത്തിലുണ്ടാവില്ല, അറബിക്ക് എന്താണെന്ന് അറിയത്തിലുണ്ടാവില്ല, ഒന്നും പറഞ്ഞുകൂടാണ്. പക്ഷെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചോ. ചിലപ്പം ചില ആൾക്കാർ പറയാം ഓവർ കോൺഫിഡൻസ് ആണ്. ആയിക്കോട്ടെ, എനിക്കത് കോൺഫിഡന്റ് ആണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, ദാറ്റ്സ് എനഫ്, മോർ എനഫ്. ചിലപ്പോൾ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻ പേപ്പർ അറിയാമെങ്കിൽ എല്ലാം അറിയാമെങ്കിൽ അത് എഴുതിയാൽ പോരെ, പഠിച്ചിട്ട് തന്നെ എഴുതണമെന്ന് നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളുണ്ട്, ഒരു 10-20 ദിവസങ്ങളുണ്ട്. മര്യാദയ്ക്ക് പഠിച്ച LPക്കോ UPക്കോ ഏതെങ്കിലും ഒരു ലിസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വപ്നം കാണുക. ആൽക്കമിസ്റ്റ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സ്വപ്നം കാണുക, ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ അതിനെ പ്രയത്നിക്കാൻ കൂടെ നിന്ന് തന്നെ ഈ ലോകം മുഴുവനും കൂടെ ഉണ്ടാവും. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഒരു PSC എക്സാമിൽ ക്വസ്റ്റ്യൻ ഒരു ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ പടച്ചോ നിങ്ങളുടെ അത് നന്നാക്കാൻ വേണ്ടി റബ്ബ് ഒരു സബബ് കൊണ്ടിട്ടെന്നില്ലേ? ഇതുപോലെ ലോകത്തുള്ള എല്ലാം നടന്നോളും. നിങ്ങളും ജസ്റ്റ് കൂളായിട്ട് എന്ത് ചെയ്താൽ മതി, അതിനുവേണ്ടി വർക്ക് ചെയ്താൽ മതി. ശരി, സോറി കുറച്ച് സമയം അതിനുവേണ്ടി പോയതിന് ക്ഷമ ചോദിക്കുന്നു. നമ്മൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കരിക്കുലം നമ്മൾ മനസ്സിലാക്കണം. എന്ത് സിലബസ് ആണ് പഠിക്കേണ്ടത്, അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ചും PSCയുടെ നമ്മുടെ മുമ്പ് തഫ്സീർ സാറാണ് ക്ലാസ് എടുത്തത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നു. അപ്പൊ സാർ എടുത്ത വിഷയം ഞാൻ എടുക്കുന്നില്ല, പക്ഷെ വളരെ ബേസിക് ആക്കി കൊണ്ടുള്ള ചെറിയ ടോപ്പിക്കുകളാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ബേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിറാസത്തുൽ ലുഗ, നദരിയാത്ത്, തിയറീസ് ഓഫ് ലേണിംഗ്, അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സുകൾ, മഹാറാത്തുൽ സ്കിൽസ്, LSRW, ജൗവ് തദ്രീസ്. കഴിഞ്ഞ പരീക്ഷയിൽ റാങ്ക് നിർണയിച്ച, കഴിഞ്ഞ HSA പരീക്ഷയിൽ റാങ്ക് നിർണയിച്ച ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു. ജൗവ് തദ്രീസ് എന്നുള്ളൊരു ചോദ്യമാണ്.
അതായത് പെഡഗോജി അറിയാവുന്ന എല്ലാവരെയും വട്ടം കറക്കിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് ഇരുന്ന് വായിച്ചിട്ട് പോലും എനിക്ക് ഉത്തരം കിട്ടാൻ ഞാൻ തെറ്റിച്ചൊരു ചോദ്യം പോലും വന്നത് ഈ ജോബി തദ്രീസ് എനിക്ക് പാടായത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഓൾമോസ്റ്റ് 90% അത്രയേറെ ഫസ്റ്റ് റാങ്കിൽ ആദ്യത്തെ 5 റാങ്കിലുള്ളവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്ന ടൈപ്പ് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഈ ജോബി തദ്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തഖ്തീത്തു സനവി പ്ലാനിങ്, അൽ വസായിലു തഅലീമിയ, അൻഷിദത്തു ദിറാസിയ, ഇവാലുവേഷൻ. ഇത്രയും ഏകദേശം ഒരു 3, 6, 9 ടോപ്പിക്കാണ് ജനറലി പറയുന്നതെങ്കിലും ഓൾമോസ്റ്റ് 10 കുറെ പറയാനുള്ള, കുറെ ചർച്ച ചെയ്യാനുള്ള ബ്രൈറ്റിലെ കുട്ടികൾക്ക് അറിയാം. ഏകദേശം 22-24 മണിക്കൂറോളം നമ്മൾ എടുത്ത് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായിരുന്നാലും നമുക്ക് ഇതിലേക്ക് നടക്കാം. കഴിഞ്ഞ നമ്മുടെ പരീക്ഷയ്ക്ക് മുമ്പ് വരെ നമ്മൾ ചോദിച്ച ഭാഗങ്ങളിലേക്ക് വരാണെങ്കിൽ അഗറാദ് ദിറാസത്തുൽ ലുവ, മഹാറാത്തുൽ ലുവ, നദരിയാത്ത്, തുറുഖു തദ്രീസ്, മോഡൽസ് ഓഫ് ടീച്ചിങ്, അൻഷിദത്തു ദിറാസിയ, വസായിലു തഅലീമിയ, അഹ്ദാഫ്, തഖ്തീത്ത്, തക്വീം. അതല്ലാതെ കരിക്കുലത്തിൽ പറയാത്ത മൻഹജ്, പെഡഗോജി, ബ്ലൂം ടാക്സോണമി, നഷാത്തുൽ ലോവിയ വലദബിയ, ഇതൊക്കെ എക്സ്ട്രാ ഇട്ട് നമ്മുടെ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. ഓക്കെ. പിന്നെ അതല്ലാതെ ഈ കഴിഞ്ഞ എക്സാമിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ ടോപ്പിക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം എന്താണ് ബ്ലൂംസ് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത്തിജാഹ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്രോച്ചസ് ഓഫ് ലേണിംഗ്, സോഫ്റ്റ്വെയർ അപ്രോച്ച്, ഹാർഡ്വെയർ അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, അങ്ങനെ ഒരു 3 ടൈപ്പ് ഓഫ് അപ്രോച്ചസ് ഉണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഒരു ടൈപ്പ് ഓഫ് സാധനം വന്നതാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയതായിട്ട് കണ്ടംപററി ആയിട്ട് കയറി വരാറുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി നോക്കുമ്പോൾ എ റിലേറ്റഡ് എഡ്യൂക്കേഷൻ കൂടി അതുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ വായിച്ചുകൊണ്ട് വേണം എക്സാമിനേഷൻ ഹാളിലേക്ക് പോകാനുള്ളത്. അതൊരു നമുക്ക് എന്ത് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ തരുന്ന ലഫ്ള് തന്നെ എക്സാമിന് ചോദിക്കൂല. നിങ്ങൾ എയോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തരുന്ന ഒരു ജനറേറ്റീവ് എക്സാമ്പിളുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, എന്തായിരിക്കണം തരേണ്ടത്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അപ്പൊ എനിവേ ഇതൊക്കെ നിങ്ങൾക്ക് ജനറലി പറഞ്ഞു പോയതാണ്. നമുക്കൊരു ചോദ്യത്തിലേക്ക് ഡയറക്റ്റ്ലി കടക്കാം. ഇത് ഭാഷയെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? ദയവ് ചെയ്ത് എല്ലാവരും മൈക്ക് ഓഫ് ആക്കണം കേട്ടോ. ഓക്കെ, എല്ലാവരും വളരെ വ്യക്തമായി ഉത്തരം നൽകുന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഓപ്ഷനിൽ നിന്നും പോകാതെ ഡയറക്റ്റ്ലി ആൻസറിലേക്ക് വരെയാണ്. ഒരു സാമൂഹിക പ്രതിഭാസങ്ങളിൽപ്പെട്ട പ്രതിഭാസമാണ് ഭാഷ എന്ന് പറയാം. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെല്ലാവരും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന എന്താണ് ഒരു വസ്തുവാണ് ഭാഷ എന്ന് പറയുന്നത്. അത് നമ്മുടെ പൈസ സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മാധ്യമമല്ല. അതല്ലാതെ ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഒരു ഉപകരണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഉപകരണമല്ല ഈ ഭാഷ എന്ന് പറയുന്നത്. ഇനി നമ്മളൊക്കെ മലയാളം സംസാരിക്കുന്ന ഒരുപക്ഷെ പറയാണ് നമ്മുടെയൊക്കെ ഉമ്മയൊക്കെ മലയാളികളായത് കൊണ്ടാവാം. വേണമെന്നില്ല. എനിക്കിപ്പോ ബ്രസീലിയൻ ഭാഷ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ബ്രസീലിൽ പോയി എന്ത് ചെയ്താൽ മതി, ഇപ്പൊ തന്നെ ബ്രസീലിയൻ വീഡിയോസ് ഉണ്ട്, അത് കേട്ട് പഠിച്ചാലും മതി. അപ്പം ഭാഷ എന്ന് പറയുന്നത് ഒരു അനന്തര സ്വത്തായി കിട്ടുന്നതോ അതല്ലാതെ നമ്മളൊരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പൈസ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മാധ്യമമല്ല. മറിച്ച് സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന വ്യക്തിക്ക് അവന്റെ സാമൂഹിക പ്രതിഭാസമായി ഉൾക്കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഴ്സ് ആണ് ഭാഷ എന്ന് പറയുന്നത്. ഇനി ഇഖ്തറൽ അസിഹു മിന തസ്രീഹാത്തുൽ ആതിയ, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏറ്റവും ശരിയായവ തിരഞ്ഞെടുക്കാന്നുള്ളതാണ്. ഓരോ ഭാഷയ്ക്കും ശബ്ദങ്ങളുണ്ട്. എന്ത് ശബ്ദമാണ്? തുഅബ്ബിർ ബിഹ, അത് എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ശബ്ദമുണ്ട്. ലികുല്ലി ലുഗത്തിൻ ഹർഫുൻ, ഓരോ ഭാഷയ്ക്കും ഹർഫുകളുണ്ട്, ചിഹ്നങ്ങളുണ്ട്. തഖസ്സുബിഹ, പ്രത്യേകമാക്കപ്പെടുന്ന. ലികുല്ലി ലുഗത്തിൻ അക്കാലിമിൻ, ഓരോ ഭാഷയ്ക്കും അത് സംസാരിക്കപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്, അതുമായി മാത്രം ബന്ധപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ലികുല്ലി ലുഗത്തിൻ ഖത്തുൻ യഖസ്സുബിഹ, ഓരോ ഭാഷയ്ക്കും ഖത്ത്, ലിപികളുണ്ട്. യഖസ്സുബിഹ, അത് പ്രത്യേകമാക്കപ്പെടുന്നത്. ഈ ഒരു ഓപ്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളം എഴുതുന്ന ലിപിയിലല്ല അറബി എഴുതാറുള്ളത്, ആ ലിപിയിലല്ല ഇംഗ്ലീഷ് എഴുതാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ ചോദ്യത്തിലേക്ക് അപ്പൊ അങ്ങനെയുള്ള
എന്നുള്ളത് കൊണ്ട് ഓപ്ഷൻ ഡിയും ശരിയായി വരേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ ചോദ്യം നമ്മൾ ഒന്നുകൂടി വായിക്കേണ്ടിയിരിക്കുന്നത്. ഇഖ്തറൽ അസിഹ് മിന തസ്രീഹാത്തുൽ ആത്തിയ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കുറെ ആൾക്കാർ ഓപ്ഷൻ എ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഓപ്ഷൻ ഡി പറഞ്ഞത് ഞാൻ കണ്ടു. യെസ്, ഓപ്ഷൻ ഡി ആഷിക്ക പറഞ്ഞു. അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞത് കൊണ്ട് ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾക്കിപ്പോ മലയാളത്തില് അതുപോലെ ഇംഗ്ലീഷില് അറബി 3 സബ്ജക്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മലയാളം എഴുതുന്ന ഫോണ്ടിലല്ല ഇംഗ്ലീഷ് നമ്മൾ എഴുതുക, അതേ ഫോണ്ട് യൂസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ അറബി എഴുതുക. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഭാഷയുടെ ബേസിക് കമ്പോണന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ടുകളാണ്, ശബ്ദങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ഭാഷയുടെ ബേസിക് കമ്പോണന്റ് എന്ന് പറയുന്നത് സൗണ്ടാണ്, സൗണ്ട്സ്. അപ്പൊ ലാംഗ്വേജിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് സൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഷയും എന്ത് വേണം, ഓരോ ശബ്ദങ്ങളിലൂടെ മാത്രമാണ് അതിന്റെ ഉദയം ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ശരി. ഇതവിടെ നിൽക്കട്ടെ. ഇത് നമ്മള് ഭാഷാ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം. ഇനി അദബുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു കുടുക്ക് കിടപ്പുണ്ട്. എന്താണെന്നറിയോ? അദബില് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരുന്നത് അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, എന്റെ ഓർമ്മ ശരിയാണ്, അബ്ബാസിയ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്ന അൽ ഖസായിസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇബ്നു ജന്നി തന്റെ ഖസായിസിൽ, ഒരു ഭാഷാ ഗ്രന്ഥമാണ് ഇബ്നു ജന്നിയുടെ ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, നിർവചനമാണ്. ഓരോ സമൂഹവും അവരുടെ ആവശ്യങ്ങൾ നിർവചിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെയാണ് ഭാഷ എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അസ്വാത്തുൻ തഅബീരിയത്ത്, ഒരു എക്സ്പ്രസീവ് ചെയ്യാനുള്ള ശബ്ദങ്ങളാണ് ഭാഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിലാമു മിന റമൂസി സൗത്തിയ, അല്ലെങ്കിൽ ശബ്ദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബലുകളെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എസ് പറയോ, എസ് ഓർ നോ, എസ് ഓർ എൻ, അത് പറഞ്ഞാൽ മതി. ഹാൻഡ് റൈസിംഗ് ഒന്നും വേണ്ട, അതൊക്കെ കളഞ്ഞ്. എനിക്ക് ഹാൻഡ് റൈസിംഗ് ഇഷ്ടമല്ല. എസ് ഓർ നോ അത് മതി. ഓക്കെ, അപ്പോ നിങ്ങൾ കൂടെ ആയിരിക്കണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ സാറേ ഡി എന്നിട്ടിരുന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം കേട്ടോ. SND ഇതാണ് നമ്മുടെ കോഡ്, വേറെ മാറ്റണ്ട. അപ്പൊ ഇബ്നു ജന്നി പറയാണ് അല്ലുവ, ഭാഷ എന്നത് അന്നഹ മജ്മുഅ, അതൊരു കൂട്ടമാണ്. എന്ത് കൂട്ടാണ്? അൽ അസ്വാത്ത്, ശബ്ദങ്ങളുടെ ഒരു കൂട്ടാണ്. അല്ലദീ യുഅബ്ബിറു ബിഹാ, ആ ശബ്ദങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നു. കുല്ല കൗമി, ഓരോ സമൂഹം, അറാദിഹിം, അവരുടെ ആഗ്രഹങ്ങളെയും, ഇഹ്തിയാജാത്തിഹിം, അവരുടെ ആവശ്യങ്ങളെ. അപ്പോ നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ വേവലാതികളെ, അങ്ങനെ തുടങ്ങി എല്ലാത്തിനെയും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് മനുഷ്യന്റെ സംസ്കാരവുമായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. സഖാഫത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ സംസ്കാരവുമായി അത് ഇണങ്ങി ചേരുന്നതാണ്. നമ്മുടെ അഭിപ്രായങ്ങളാവട്ടെ, ചിന്തകളായിക്കോട്ടെ, ഫീലിങ്സുകളായിക്കോട്ടെ, തോന്നലുകളായിക്കോട്ടെ, പ്രതീക്ഷകളും നിരാശകളുമായിക്കോട്ടെ, എല്ലാം നമ്മൾ പ്രകടിപ്പിക്കുന്നത് വിസാത്തത്തിൽ ഭാഷയിലൂടെയാണ്. ഇനി എപ്പോഴും ഒരു ഭാഷ നിലനിൽക്കുന്നത് അത് മുതദാവലത്തു അല അൽസിനാസ്, ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ജനങ്ങൾ എപ്പോഴും അതിനെ പ്രയോഗിക്കുമ്പോഴാണ്. ഓക്കെ, എപ്പോഴും ഒരു ഭാഷ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മുതദാവലത്തു അല അൽസിൻ, ജനങ്ങളുടെ നാവിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഈ ഭാഷയെ കുറിച്ച് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ഈ മനുഷ്യൻ ഇവിടെ കിടന്ന് പറയുന്നത്? ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇഹ്സാസ് എന്ന് വെച്ചാൽ തോന്നലുകളാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ ശരിയാണ്, നിങ്ങളിപ്പോ മനസ്സിൽ ചിന്തിച്ച കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് പ്രീവിയസ് ഇയർലി കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരള പരീക്ഷാ ഭവൻ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഞാനിവിടെ നോട്ടുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നോക്കാം. ഇനി ഒരു ഭാഷയുടെ അതിന്റെ
മനസ്സിലാക്കേണ്ടത്, അതിന്റെ സിലാഹിയത്ത്, അതിന്റെ വാലിഡിറ്റി. ഓക്കെ, വാലിഡിറ്റി, റിയലബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ സാധനങ്ങൾ പഠിക്കാറുണ്ട്. അതിലൊരു വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ഭാഷയുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യുന്നത് അത് സംസാരിക്കപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള അസിലുകാരായിട്ടുള്ള എന്താണ് സ്പീക്കേഴ്സിനെ വെച്ചിട്ടാണ്. ഉദാഹരണത്തിന് നിങ്ങൾ അറബി പഠിക്കേണ്ടത് അറബികളിൽ നിന്ന് കേട്ടുകൊണ്ടാണോ മലയാളികളിൽ നിന്ന് കേട്ടുകൊണ്ടാണോ? നിങ്ങളുടെ എന്താ അഭിപ്രായം പറയാം? എം ഓർ എ ഫുള്ള് ടൈപ്പ് ചെയ്യണ്ട. മലയാളികളിൽ നിന്നാണോ നിങ്ങൾ അറബി പഠിക്കേണ്ടത്, അറബികളിൽ നിന്നാണോ അറബി പഠിക്കേണ്ടത്? യെസ്, നമുക്കൊന്ന് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ അറബികൾ നിന്നിട്ടാണ് അറബി പഠിക്കേണ്ടത്. കാരണം എങ്കിലേ അവരുടെ ഡിലക്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ, അവരുടെ ഡയലക്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. സോ അക്കോർഡിംഗ് ടു ദാറ്റ് പോയിന്റ് വി ആർ ജസ്റ്റ് ക്ലാസിഫൈ, നമ്മൾ ജസ്റ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഭാഷയുടെ അടിസ്ഥാന ഒരു സിലാഹിയത്ത് വേറിട്ട് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള എന്താണ് അതിലൂടെയാണ്, സംസാരിക്കുന്നവരിലൂടെയാണ്. ഓക്കെ, ഇനി വലായിഫുമായി ബന്ധപ്പെട്ട് പറയും ഭാഷയ്ക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഭാഷ ഉപയോഗിക്കാറുണ്ട്. നമ്മൾക്ക് ഒരു കാര്യം അപ്പോളജി നടത്താനായിരുന്നാലും കണ്ടോളസൻസ് നടത്താനായിരുന്നാലും റെക്കമെൻഡ് ചെയ്യാനും പ്രെയർ, നമ്മൾ ദുആനൊക്കെ നമ്മൾ വലായിഫുകൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ചിന്തകൾ രൂപീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളില് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ഒക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ ഭാഷ ഉപയോഗിക്കാൻ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ചിന്ത രൂപീകരിക്കാനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കിടയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഉപയോഗം കൊള്ളാൻ വേണ്ടി ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വസീലത്ത് മാരിഫത്ത് സഖാഫ, സംസ്കാരം മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ഭാഷ ഉപയോഗിക്കാറാണ്. അങ്ങനെ ഭാഷയ്ക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഭാഷയ്ക്ക് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. ഈ ഭാഷയുടെ ധർമ്മങ്ങളെ കുറിച്ച് ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഈ ഭാഷയുടെ ധർമ്മങ്ങളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കേണ്ടതല്ല. പെഡഗോജി ആയതുകൊണ്ട് പറയാണ്, നമുക്ക് വായിച്ചാൽ തിരിയും. ഇതിന് ഒരൊറ്റ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഭാഷയുടെ ധർമ്മം എന്ന് പറയുന്ന സാധനം കസ്ബി റിസ്ക് അഥവാ പൈസ സമ്പാദിക്കുക, അല്ലെങ്കിൽ ഇക്തിസാബുൽ മാല് എന്നൊരു കൺസെപ്റ്റ് റിലേറ്റഡ് അല്ല. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ള എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. നിങ്ങൾ ബാക്കിയൊന്നും നോക്കണ്ട. ഇക്തിസാബുൽ മാൽ ഉണ്ടെങ്കിൽ നമുക്കതിന് വഴി ഉണ്ടാക്കാം. വേർഡിന്റെ മീനിങ്ങിന് കിട്ടാനുള്ള വഴിയൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇൻഷാല്ലാ അവസാനം പറയുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ഭാഷയുടെ ബേസിക് കമ്പോണന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പല കമ്പോണന്റുകൾ ഉണ്ട്. ഫോണറ്റിക്സ് ഉണ്ട്, ഫോണീംസ് ഉണ്ട്, മോർഫോളജി ഉണ്ട്, സിൻടാക്സ് ഉണ്ട്, പിന്നെ താരീഖ് ഉണ്ട്, ബയോലിംഗ്വിസ്റ്റിക്സ് ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ശാഖയാണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. സെമാന്റിക്സ് ഉണ്ട്, മീനിങ്ങിനെ കുറിച്ചുള്ള പഠനമാണ് സെമാന്റിക്സ്. അപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ ഇവിടെ ചർച്ച ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോണറ്റിക്സ് എന്നുള്ള. ഫോണറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സ്വനവിജ്ഞാനം അഥവാ ഫോണറ്റിക്സ് എന്ന് പറയാം. ഭാഷാ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പഠന ശാഖയാണെന്ത് സ്വനവിജ്ഞാനം അഥവാ ഫോണറ്റിക്സ് എന്ന് പറയാം. ഒന്നും കൂടി പറയാണ്, ഭാഷയുടെ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഫോണറ്റിക്സ് എന്ന് പറയാം. ഇനി എന്താണ് സിൻടാക്സ് അഥവാ ഘടന വിജ്ഞാനം എന്ന് പറയാം? അറബിയിൽ പറയുകയാണെങ്കിൽ ഇറാബ് അനുസരിച്ചുകൊണ്ട് നമ്മുടെ അവസാനത്തെ കലിമയെ രൂപീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇപ്പൊ കാന വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റാണ് ഉണ്ടാവേണ്ടത്, ഇന്ന വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റാണ് ഉണ്ടാവേണ്ടത്, അതുപോലെ തന്നെ മഹല്ലുൽ ഇറാബിൽ അല്ലാത്ത സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, മഹല്ലുൽ ഇറാബിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെ നഹ്വിയായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു ശാഖയെ നമ്മൾ പറയുന്ന പേരാണ് അന്നഹ്വ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് സെമാന്റിക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്. ഓക്കെ, സെമാന്റിക്സ് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റഡി അബൌട്ട് മീനിങ്, അത്രേ ഉള്ളൂ. ഭാഷയുടെ വാക്യങ്ങളുടെ അർത്ഥ വികാസത്തെ കുറിച്ച് സംബന്ധിച്ച ശാസ്ത്രത്തെയാണ് നമ്മൾ സെമാന്റിക്സ് എന്ന് പറയാം.
ഭാഷ അർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് സെമാന്റിക്സ്, ഇൽമു ദലാലാത്ത് എന്ന് പറയാം. ഇപ്പൊ ഇൽമു സൊർഫ് അഥവാ മോർഫോളജി എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മള് സർഫ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യമേ കിട്ടും ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന ഫഅലത്ത് ഫഅൽതു മാ ഫഅൽതു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സാധനമാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. സർഫ് എന്ന് വെച്ചാൽ കലിമത്തിനെ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതാണ് തർത്തീബുൽ കലിമത്ത് എന്ന് പറയാം. അപ്പോ കിട്ടിയോ? നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ടതാണ്, കുറെ ഉണ്ട് എന്നറിയാം അല്ലെ, പക്ഷെ എന്നാലും ബേസിക്കലി ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വലൈഫ് ലുവ കഴിഞ്ഞ് പറഞ്ഞത് ഒന്ന് ഫൊണറ്റിക്സ് ആണ്. ഫൊണറ്റിക്സ് എന്ന് വെച്ചാൽ ശബ്ദങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. സിൻടാക്സ് എന്ന് പറയുന്നത് ഘടനയെ കുറിച്ചിട്ടുള്ള പഠനമാണ്. സെമാന്റിക്സ് എന്ന് വെച്ചാൽ അർത്ഥത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ്. മോർഫോളജി എന്ന് വെച്ചാൽ കലിമത്തിന്റെ തർത്തീബ് അനുസരിച്ചുള്ള പഠനമാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് പറയാണ്. ശബ്ദം ഘടന അർത്ഥം രൂപം. ശബ്ദം ഘടന അർത്ഥം രൂപം. ശബ്ദം ഘടന അർത്ഥം രൂപം. പഠിച്ചല്ലോ അല്ലേ? മറക്കൂലല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന വളരെ ബേസിക്കലി ഉള്ള ഒരു സാധനമാണ് ദിറാസത്തുൽ ഇക്തിസാബിൽ. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇനി നോക്കാതെ പോകേണ്ട ചാൻസ് ഇല്ല. കാരണം 2017 ശേഷം ഇങ്ങോട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം കണ്ടിട്ടില്ല. അഹ്റാദ് ദിറാസത്ത് ലുഗയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് അത് നമുക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് അഹ്റാദ് ദിറാസത്ത് ലുഗയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ PSC സിലബസ് ഡയറക്ട്ലി പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ദിറാസത്ത് ലുഗ, എന്താണ് ഇക്തിസാബ് ലുഗ? ദിറാസത്ത് ലുഗ എന്ന് വെച്ചാൽ ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളതാണ്. ഇക്തിസാബ് ലുഗ എന്ന് വെച്ചാൽ ലാംഗ്വേജ് അക്വയർ എന്നുള്ളത്. ലേണിംഗും അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു കോയിന്റെ രണ്ട് വശമാണ്. ഇപ്പൊ ലാംഗ്വേജ് എന്നുള്ള ഒരു കോയിൻ ഉണ്ടെങ്കിൽ ആ കോയിന്റെ രണ്ട് വശങ്ങളാണ് ലേൺ ചെയ്യാൻ, എന്താണ് സ്റ്റഡി ചെയ്യാന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ഒരു പാഠഭാഗം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സംസാരിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് എന്താണ് അക്വിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്. ഒരു മനുഷ്യൻ സമ്പാദിക്കുന്ന ഒരു കഴിവാണ് ഇക്തിസാബ് എന്ന് വെച്ചാൽ സമ്പാദിക്കുക. അൽ ബഷർ കഴിവ്, ഒരു മനുഷ്യൻ. അൽ ഖുദ്റത്തുൻ അലൽ ഇസ്തിഖ്ബാലി വഇസ്തിഇയാബിൽ, ഒരു ഭാഷ റിസീവ് ചെയ്യാനും അതനുസരിച്ച് കൊണ്ട് അതിനെ പ്രയോഗവൽക്കരിക്കുവാനും ഒരു മനുഷ്യൻ ആർജിക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ ദിറാസത്തുൽ ലുഗ എന്ന് കൊണ്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഒരു ഭാഷയെ നിങ്ങൾ ഇവിടെ ഇല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യാണ്, ഖുദ്റത്തുൽ ഇസ്തിഖ്ബാലി വഇസ്തിഇയാബിൽ, ഒരു ഭാഷ അതിന് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ദിറാസത്തുൽ ലുഗ എന്ന് പറയാം. നമ്മൾ എങ്ങനെയാണ് ഒരു ഭാഷ ആർജിച്ചെടുക്കുന്നത്? ഫിത്തറ, നൈസർഗികമായി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മൾ നിലവിലുള്ള, നമ്മളെ ജനിച്ച സമയത്ത് തന്നെ വളച്ചു നമുക്ക് കിട്ട ഇൻബോൺ കഴിവാണ് എന്താണ് ഒരു ഭാഷ ആർജിച്ചെടുക്കുക എന്നുള്ള കഴിവ്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കഴിവൊന്നും അല്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു തിയറി ഉണ്ട്, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ആ കാണുന്ന മുതലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറയാൻ PSC പഠിക്കുന്ന ഒരു പിള്ളേർ ഒരു പറയുന്ന ചൊല്ലുണ്ട്. PSC പഠിക്കുന്ന പിള്ളേര് PSC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് അത് എക്സാം കഴിയണ വരയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാരണം എന്താണെന്ന് അറിയാവോ? പടച്ചോനെ, പുതിയതായിട്ട് ആരും ജനിക്കുകയും പുതുതായിട്ട് ആരും മരിക്കാതിരിക്കുകയും പുതുതായിട്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാതിരിക്കുകയും പുതുതായിട്ട് ലോകത്തൊന്നും നടക്കാതിരിക്കുകയും ചെയ്യണേ അമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വർഷത്തേക്കൊന്നും നടക്കരുത്, സംഭവമായിരിക്കണം. കാര്യം എന്താണെന്നറിയോ? നീ ഏതെങ്കിലും മനുഷ്യൻ ജനിച്ചാലും ഏതെങ്കിലും മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും പുസ്തകത്തിന് അവാർഡ് കിട്ടിയാൽ ആര് പഠിക്കണം? നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അത് പഠിച്ചവന്മാര് PSC കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കുറെ വ്യക്തികളെ കുറിച്ച് പഠിക്കാണ്ട്. അതിലൊരു വ്യക്തിയാണ് ആയിരുന്നു, കൂട്ടിയാൽ മതി, പറയണ നോം ചോംസ്കി ആണ്. ഓക്കെ, ഇപ്പൊ നോം ചോംസ്കി എന്ന് പറയാൻ നമ്മൾക്ക് അത് ഓർത്തിരിക്കണം അല്ലെ. നോം എന്ന് കേട്ടാ നമ്മൾ ഈ ബ്രാഹ്മിൻസ് പറയണോ, നോം പറയുന്നത് കേൾക്കണം കേട്ടോ എന്ന് പറയണ പോലെ നമ്മളെ ടീച്ചർ, ഒരു ബ്രാഹ്മിൺ ടീച്ചർ ഉണ്ടായിരുന്ന ടീച്ചറിന്റെ പേരാണ് നോം ചോംസ്കി ആണ്. ഓക്കെ, ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. മുപ്പര് മരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പഠിക്കാം.
അപ്പം ഇദ്ദേഹം പറയാണ് എന്താണ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന പേരിൽ മൂപ്പരുടെ തലച്ചോൽ എന്തുണ്ട്, ഒരു 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 സംഭവം ഒരു മനുഷ്യന്റെ മുമ്പിലുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോ അവന്റെ കുട്ടിയുടെ തലച്ചോറിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു ഡിവൈസ് ഇൻബിൽട്ട് ചെയ്യുന്നുണ്ട്. ആ ഡിവൈസിന് മൂപ്പര് വിളിച്ചു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. എന്താണ് ആ ഡിവൈസിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിൽ ലാംഗ്വേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹം ഒരു എന്താണ് അമേരിക്കൻ ലിംഗ്വിസ്റ്റിക്സ് ആണ്. അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യനിടയിലുള്ള ഇക്തിസാബിലോ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് മിനൽ കുല്ലി ഇലൽ ജുസ്, അഥവാ ഹോൾ ടു പാർട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇത്രേ ഉള്ളു സാധനം. നമ്മൾ ഒരു കണ്ടന്റ് കംപ്ലീറ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്തുള്ള ഓരോന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ആപ്പിൾ എന്ന വാക്ക് കംപ്ലീറ്റ് പഠിപ്പിച്ചാൽ മാത്രമേ എ ഫോർ ആപ്പിൾ, പി ഫോർ PPLE ഇങ്ങനെ ഓരോ ലെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് ആരുടേത്, നമ്മുടെ നോം ചോംസ്കിയുടേത്. The lad is a hypothetical tool in the brain that helps children learn and understand the language. It is a system of principles that children are born with that allows them to derive syntactic structure and rules from their native language. ഇതാണ് ലാംഗ്വേജ് ഡിവൈസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു ചോദ്യത്തിലേക്ക് വരാം. കുറെ ആയില്ലേ നമ്മള് കുറെ പ്രസംഗം നടത്തി, നിങ്ങളൊന്ന് ഒന്ന് നോക്കിക്കേ. വസീലത്തു ഇത്തിസാല് ബൈന അഫ്റാദുൽ ബശർ ഫി ശക്ലി അസ്വാത്തിൻ മുനള്ളിമ. ഓക്കെ, വസീലത്തുൽ ഇത്തിസാല് ബൈന അഫ്റാദുൽ ബശർ, പരസ്പരം മനുഷ്യന്മാർക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ്. ശക്കലി അസ്വാത്തിൻ മുനള്ളിമ, എന്താണ് ഒരു സിസ്റ്റമായിട്ടുള്ള ശബ്ദരൂപയാണ് മനുഷ്യന്മാർക്കിടയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം. എന്താണ് എല്ലാവരും പറഞ്ഞതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഉത്തരത്തിലേക്ക് പോകണം. ലുഗ ഭാഷ തന്നെയാണ്. അടുത്തത് ഇൽമുൻ യഅ്തമിദു അലൽ മുസ്തലഹാത്തിൻ നഹവിയ്യ മിസ്ലൽ ഫിഇലി വൽ ഫാഇലി വൽ മഫ്ഊല്. ഫിഇല്, ഫാഇല്, മഫ്ഊല് എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ശാഖ എന്താണ്? ഇൽമുൽ ഉസൂല്, ഇൽമുൽ ലുഗ, ഇൽമുൽ സർഫ്, ഇൽമുൽ നഹ്വ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. എല്ലാവരും ഇൽമുൽ ഉസൂലാണോ എന്നാണ് തെറ്റാണ്. ഇൽമുൽ ഫിഇല്, ഫാഇല്, മഫ്ഊലുമായി ബന്ധപ്പെട്ട ഏതാ പറഞ്ഞത്? നഹ്വാണ് കേട്ടോ, മറക്കരുത്. അടുത്തൊരു ചോദ്യം, മാല യുവാഫിക് ബിൽ വളായിഫ് ലുവ വസീലത്ത് ഇത്തിസാല ബിൽ ഗൈർ, മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ്. വസീലത്തുൽ തഅബീരി അനിൽ ആലാമി വൽ ആമാൽ, പ്രതീക്ഷകളും നിരീക്ഷകളും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാധ്യമമാണ്. വസീലത്തു കസ്ബിൽ മഈഷ, ജീവിതത്തിന് സമ്പാദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ്. ഇസ്തിഫാദ മിന തജാരിബൽ ആഖിൽ, മറ്റുള്ളവരുടെ ഫീലിങ്സുകളിൽ നിന്നും എന്താണ് ഉപയോഗം കൊള്ളാനുള്ള, അല്ലെങ്കിൽ അവരുടെ എന്താണ് എക്സ്പീരിയൻസിൽ നിന്നും ഉപയോഗം കൊള്ളാനുള്ള ഒരു മാധ്യമമാണെന്നുള്ളതാണ്. ഓക്കെ, ഉത്തരം നിങ്ങൾ പറഞ്ഞതുപോലെ കറക്റ്റ് ആണ്. എന്താണ് വസീലത്തു കസ്ബുൽ മഈഷ, ജീവിത സമ്പാദത്തിന് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമല്ല എന്ത് ഭാഷ എന്ന് പറയുന്നത്. മിൻ വളായിഫിൽ, ഭാഷാധർമ്മങ്ങളിൽ പെട്ടത്. വലീഫത്തു തഫാഉലിയ, വലീഫത്തു ശഖ്സിയ, വലീഫത്തുൽ ഇലാമിയ, ജമീഉ മാ ദുക്കിറ. വലീഫത്തു തഫാഉലിയയാണോ, ശഖ്സിയയാണോ, ഇലാമിയയാണോ, ജമീഉ മാ ദുക്കിറ? തഫാഉലിയ എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ, എന്താണ് നമ്മുടെ പരസ്പരം കാര്യങ്ങളെ പരസ്പരം ക്രയവിക്രയങ്ങൾ ചെയ്യാൻ. ഷഖ്സിയ എന്ന് വെച്ചാൽ വ്യക്തിപരമായത്. ഇലാമിയ എന്ന് വെച്ചാൽ നോളജിക്കലായിട്ടുള്ളത്. ജമീഉ മാ ദുക്കിറ ഈ പറയപ്പെട്ടവയല്ല. ഓക്കെ, ഇതെല്ലാം ഇതിൽ പെട്ടതാണ്. ദാ ഒരു ചോദ്യം വരെയാണ്. ഇക്തശഫ മാ ഖറജ മിനൽ അറാദി ദിറാസത്തിൽ ലുഗത്തിൽ അറബിയ.
അറബി ഭാഷ പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ഇക്തസബ മഹാറാത്ത് ലുഗത്തുൽ അറബിയ, അറബി ഭാഷ സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ. ഇക്തിസാബ് മഹാറാത്തു സിറാഅത്തുൽ ഹദീസ, മോഡേൺ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സ്കില്ല് അക്വയർ ചെയ്യാൻ. ഇക്തിസാബ് മലക്കത്ത് തർജുമ, ട്രാൻസ്ലേഷൻ സ്കില്ല് അക്വയർ ചെയ്യാൻ. ലിമഅരിഫത്തി തുറാസി അസ്സഖാഫിൽ അദബിൽ അറബി, അറബി ഭാഷയുടെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉത്തരം ചെയ്യുന്നത് പോലെ ഓപ്ഷൻ ബി ഇക്തിസാബ് മഹാറാത്തു സിറാഅത്തുൽ ഹദീസ ആണ് ഇതിന്റെ അകത്ത് തെറ്റായി വരുന്നത്. ഇക്തിസാബിലുവായ നമുക്ക് എങ്ങനെ പറയാം? ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് സ്ട്രക്ചർ, ലാംഗ്വേജ് കപ്പാസിറ്റി, ലാംഗ്വേജ് അക്വിസിഷൻ. എങ്ങനെ പറയാം? ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയാം. അടുത്ത ചോദ്യം, റായിദ് ഖവായിദുൽ ലുഗത്തുൽ ആലമിയ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ റായിദ് ആരാണ്? നോം ചോംസ്കി, പിയാഷെ, ബ്രൂണർ, ഹൊവാർഡ് ഗാർട്ട്നർ. ഒന്ന് മൈക്ക് ഓഫ് ആക്കണേ. മൈക്ക് ഓൺ ആക്കിയിട്ടുള്ള ആള് മൈക്ക് ഒന്ന് ഓഫ് ആക്കണം. ഓക്കെ, ഹലോ, നിങ്ങളുടെ ചാറ്റ് കാരണം എനിക്ക് മൈക്ക് ഓഫ് ആക്കാൻ പറ്റാത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മൈക്ക് ഓഫ് ആക്കണം. റെസ്റ്റ് അടിച്ചിട്ട് ലൈൻ ഉണ്ടോ അടിച്ചില്ലേ? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. അടുത്തത്, ഫൽസഫത്ത് ലുഗത്തുൽ കുല്ലിയ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി. ലാ യുവാഫിക്കു, അത് യോജിക്കുന്നില്ല. നദരിയത്തുൽ ഖവായിദുൽ ആലമിയ, നദരിയത്തുൽ സുലൂക്കിയ, അമലിയത്തുൽ മറക്കസിയ അലൽ ദാരിസ്, നദരിയത്തുൽ ബന്നായ. യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുമായിട്ട് അത് യോജിക്കില്ല. നദരിയത്തുൽ സുലൂക്കിയ, ബിഹേവിയറിസമായിട്ട് അത് യോജിക്കുന്നില്ല. അത് ലേണർ സെന്റേർഡ് പ്രവർത്തനങ്ങളായിട്ട് ആക്ടിവിറ്റിയുമായിട്ട് അത് യോജിക്കുന്നില്ല. നദരിയത്തുൽ ബന്ന, കൺസ്ട്രക്റ്റീവ് തിയറിയുമായിട്ട് യോജിക്കുന്നില്ല. ഇതിലേതാണ് ഫൽസഫത്തുൽ ലുഗത്തുൽ കുല്ലിയ അഥവാ ഹോൾ ലാംഗ്വേജ് ഫിലോസഫി യോജിക്കാത്തത്? ഹോൾ ലാംഗ്വേജ് ഫിലോസഫി ഏതുമായി യോജിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബിഹേവിയറിസം, അതായത് ഓപ്ഷൻ ബി ബിഹേവിയറിസമായിട്ട് ഒരിക്കലും യോജിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്ന് പറയുന്നത്. ഇന്നൊരു ചോദ്യത്തിലേക്ക് വരാം. കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ലൈസ മിൻ അറാദ് ദിറാസത്തിൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. അൽ മുഖദ്ദറത്തുൻ അല തദവ്വുഖുൽ അദബുൽ അറബി, അറബി ഭാഷ അല്ലെങ്കിൽ അറബി സാഹിത്യത്തിൽ എന്താണ് ടേസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അറബി ഭാഷ അറബി സാഹിത്യത്തെ ആസ്വാദനത്തിനുള്ള കഴിവ്. അൽ മുഖദ്ദറത്തുൻ അല ഫഹ്മി ലുഗത്തുൽ, മാതൃഭാഷ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അൽ മുഖദ്ദറത്തു അല മഹാറാത്തുൽ അൽ അറബിയ, എന്താണ്? അൽ ഖുദറത്തുൻ അലൽ മഹാറാത്തുൽ അറബിയ, അറബി ഭാഷ സ്കില്ല് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്. തർഗീബ് ദാരിസീന ഫിൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയിൽ ആഗ്രഹം ചെലുത്താനുള്ള ഒരു കഴിവ്. ഇതിന്റെ അകത്ത് അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെടാത്ത ലക്ഷ്യങ്ങൾ, അറബി ഭാഷാ പഠനവുമായി ബന്ധപ്പെടാത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. അൽ മുഖദ്ദറത്തുൻ അലാ ഫഹ്മി ലുഗത്തുൽ, മാതൃഭാഷ പഠിപ്പിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? നമ്മുടെ അറബി ഭാഷ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനി അടുത്തത്, കൈഫ നുറത്തിബുൽ മുഖദ്ദറാത്തുൽ അർബഅ മബ്നിയൻ അലാ അസാസി തദ്രീസിൽ വ, ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഇതാക്കാം? എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ടല്ലേ? ഇസ്തിമാ, ലിസണിങ്, തക്കല്ലും, സ്പീക്കിംഗ്, ഖിറാഅത്ത്, റീഡിങ് ആൻഡ് കിതാബത്ത്, റൈറ്റിംഗ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, കഴിഞ്ഞ പരീക്ഷ നമ്മൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പരീക്ഷ വരെ പഠിച്ചിരുന്നത്. ഈ പരീക്ഷയ്ക്ക് അവർ തൊട്ട് മുമ്പത്തെ എക്സാമിന് ചോദിച്ചു,
وقدرة على توظيف المهارات اللفظية واللغوية والصوتية ومهارات الفصاحة للتواصل مع الآخرين على مستوى الاستيعاب أو التعبير. എന്ത് നല്ല സുഖമുണ്ട്, ഒരു സാറ്റിസ്ഫിക്കേഷൻ ലെവൽ ഉണ്ടല്ലേ. കുദറത്തുൻ, അതൊരു കഴിവാണ്. അലാ തൗദീഫിൽ മഹാറാത്തു ലഫലിയ, എന്താണ് നമ്മുടെ ഭാഷാപരമായിട്ടുള്ള സ്കില്ലുകളെ, അതിന്റെ തൗലീഫ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് അതിനെ നമ്മൾ പ്രകടിപ്പിക്കാനുള്ള, വല്ലുഗബിയ ഭാഷാപരമായി, ലഫലിയ പദപരമായും, വല്ലുഗബിയ ഭാഷാപരമായും, വസൗതിയ ശബ്ദപരമായും, മഹാറാത്തുൽ ഫസാഹ അതോടൊപ്പം തന്നെ നമ്മുടെ ഫസാഹത്തായിട്ടുള്ള കഴിവും, ലിത്തവാസിലി അല്ലാഹി മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, സവാഅൻ അലാ മുസ്തവ ഇസ്തിയാബി, എന്താണ് നമ്മുടെ നമ്മുടെ ഇസ്തിയാബ് എന്ന് വെച്ചാൽ പ്രയോഗം, മറ്റൊരു കാര്യം മറ്റൊരാളോട് പറഞ്ഞു പഠിപ്പിക്കുക, അതിന്റെ തലത്തെ കൂടി മനസ്സിലാക്കുകയും എക്സ്പ്രസീവ് ആയിട്ടുള്ള, ഇത് എന്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കുറെ പറഞ്ഞതെങ്കിലും സംഭവം ഇത്രയേ ഉള്ളൂ. സംസാരിക്കുക എന്ന് പറഞ്ഞ എന്താണ്, നമ്മുടെ പദസമ്പത്ത് ഇവിടെ നോക്കുന്നുണ്ട്, ശബ്ദത്തെ പരിഗണിക്കുന്നുണ്ട്, ഫസാഹത്തായിരിക്കണം, അൽ കലാമുൽ ഫസീഹ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഒരു ഇതാണ്, തഹദ്ദുസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം തർത്തീബു നിലാമിൽ തഅല്ലുമില്ലുവ, ഭാഷ പഠിപ്പിക്കുന്നതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള തർത്തീബ് എന്തൊക്കെ നമുക്ക് നോക്കാം. സ്കില്ലുകൾ എന്ന് പറഞ്ഞാൽ 4 ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഇങ്ങനെ 4 സ്ഥാനത്തിനുള്ള മഹാറാത്ത് ലുവ എന്ന് പറയാം. ഇസ്തിമാ എന്ന് വെച്ചാൽ ലിസണിങ് എന്നാണ്, തഹദ്ദുസ് എന്ന് വെച്ചാൽ സ്പീക്കിംഗ് എന്നാണ്, ഖിറാഅത്ത് എന്ന് വെച്ചാൽ റീഡിംഗ് ആണ്, കിതാബത്ത് എന്ന് വെച്ചാൽ റൈറ്റിംഗ് ആണ്. ക്ലിയർ ആണോ അല്ലേ? ഇത് മറന്നു പോകരുത്. ആരൊക്കെ മറന്നാലും നീ എന്നെ മറക്കരുത് എന്ന് നിങ്ങൾ LKG UKG കണ്ടവർക്ക് നിങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം അല്ലെ. നമ്മൾ പറയാറുണ്ടല്ലേ, MA പഠിച്ചാലും BA പഠിച്ചാലും നീ എന്നെ മറക്കരുതടാന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്നെ പറ്റിച്ചതാണ്. കാരണം എന്താ അറിയോ, BA കഴിഞ്ഞാലേ MAക്ക് പോകാൻ പറ്റുള്ളൂ. എന്നെ പറ്റിച്ചു എന്നുള്ള കാര്യം ഞാൻ PG കഴിഞ്ഞപ്പോ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ പറ്റിപ്പെടരുത്. നിങ്ങൾ പോയിട്ട് VRSL എന്ന് പറഞ്ഞ് പഠിക്കരുത്, LSRWN പഠിച്ചു പോണം കേട്ടോ. ഈ മഹാറാത്ത് ലുഗയെ നമ്മള് മറ്റൊരു രൂപത്തിലൂടെ കൺവേർട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മൾ സംസാരിക്കാറുമുണ്ട്, നമ്മൾ എഴുതാറുമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വായിക്കാറുമുണ്ട്, കേൾക്കാറുണ്ട് അല്ലെ. നമ്മൾ 2 രൂപത്തിലാണ് ചെയ്യാറുള്ളത്. ഈ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സാധനമാണ്. കേൾവിയും വായനയും പക്ഷെ ഇങ്ങോട്ട് കിട്ടുന്ന സാധനമാണ്. ആരെങ്കിലും ഒരാൾ എഫേർട്ട് എടുക്കുന്നു, നമ്മൾ അതിനെ സുഖിക്കുന്നു അല്ലെ. അതിനെയാണ് ഇസ്തിഖ്ബാല്, റിസീവ് ചെയ്യുക എന്ന് പറയാം. ഞാൻ ഉദ്ദേശിച്ച നിങ്ങളെ ഉദ്ദേശമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, പടച്ചോനെ ഇത് ഞങ്ങൾക്ക് ഇട്ടുള്ള ഒരു കൊട്ടാണ്, മുപ്പര് കഷ്ടപ്പെട്ട് PPT ഉണ്ടാക്കി, മുപ്പര് ക്ലാസ് എടുത്ത് കേൾക്കണം, നമ്മളൊക്കെ മണ്ടന്മാരെ പോലെ മുപ്പര് ഇതെന്ത് വർത്താനാണെന്നൊന്നും വിചാരിക്കല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നിങ്ങൾ ഇനി ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിവേ, ഞാൻ നിങ്ങളാരും മണ്ടന്മാരെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെക്കാൾ വലിയ ബുദ്ധികളാണ്. അപ്പൊ എന്തായിരുന്നാലും ഇസ്തിമാ എന്ന് വെച്ചാൽ എന്താണ്, കേൾവി എന്നാണ്. അപ്പൊ ഖിറാഅത്ത് എന്ന് വെച്ചാൽ എന്താണ്, വായന എന്നുള്ളത്. ഇത് രണ്ടും എന്താണ്, ഇസ്തിഖ്ബാൽ എന്ന് വെച്ചാൽ റിസീവിങ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലാണ്. ഇനി അടുത്തത് മഹാറാത്തുൽ ഇൻതാജ്, റെസ്പോണ്ടിങ് സ്കില്ലുകളാണ്. റെസ്പോണ്ടിങ് സ്കില്ലുകൾ എന്ന് വെച്ചാൽ സംസാരിക്കുക, എഴുതുക, ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്, റെസ്പോണ്ടിങ് സ്കില്ലുകളിൽപ്പെട്ട അല്ലെങ്കിൽ എക്സ്പ്രസീവ് സ്കില്ലുകളിൽപ്പെട്ട, ക്രിയേറ്റീവ് സ്കില്ലുകളിൽപ്പെട്ട സാധനമാണ്. അതാണ് ഇൻതാജിയ എന്ന് നമ്മൾ വിളിച്ചത്. എക്സ്പ്രസീവ് എന്ന് പറഞ്ഞത്, ഇബദായി ക്രിയേറ്റീവ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്നതാണ് മഹാറത്തുൽ എന്ന് പറയാം. മനസ്സിലായോ? ഇനി ഇതെന്തൊക്കെയാണ് എന്നൊക്കെ കുറെ പറയാനൊക്കെ ഉണ്ട് മക്കളെ. പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞ് നിങ്ങളെ ഈ സമയത്ത് വെറുതെ പറയുന്നത്, വെറുതെ എന്തിനാണ് നമ്മൾ കടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മൾ എക്സാം റിലേറ്റഡ് നോക്കിയാൽ പോരെ. ഇനി വളരെ പ്രധാനപ്പെട്ട ചില ബുദ്ധിമുട്ടാണ്. ഒരു ലിസണിങ് എന്ന ഒരു സ്കില്ലിന് നമ്മൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്കുള്ള ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരാൾ ലെഫ്റ്റ് അടിച്ചു, എന്തുകൊണ്ടായിരിക്കും മൂപ്പർക്ക് ലെഫ്റ്റ് അടിക്കാൻ കാരണം? എന്തിനീ ക്ലാസ് കേൾക്കണത്, എന്റെ റെക്കോർഡ് കിട്ടുമല്ലോ ഇല്ലേ, വല്ലതും കേൾക്കാം, ഞാൻ മടി അല്ലെ. എനിക്കുള്ളത് ഏറ്റവും വലിയൊരു സാധനമാണ്, ലൈവ് ക്ലാസ് അടക്കുമ്പോ അപ്പൊ ഓഫ് ചെയ്തിട്ട് പോകും. പിള്ളേര് ഞങ്ങൾ ക്ലാസ് ഒക്കെ കേൾക്കട്ടെ, നമ്മള് പിന്നീട് നോട്ടൊക്കെ വായിക്കാം, മടി എന്നുള്ള സാധനം. അതുപോലെ തന്നെ ക്ഷമയില്ല. സാറ് അവസാനം തീരാറായി, ഏകദേശം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് തീരാറാവും. അപ്പോഴാണ് ഒരു ചോദ്യം, ആരുടെയെങ്കിലും ഒരു ചോദ്യം ഉണ്ട്. അപ്പൊ പറയും, ഈ ഇവിടേക്ക് ഇത് നിർത്തിയത് പൊയ്ക്കൂടെ. ഓക്കെ. അതുപോലെ തന്നെ ഒച്ചപ്പാട് എന്ന് പറയും. ഒച്ചപ്പാടും എന്താണ്,
നമ്മളെ കൊണ്ട് പറ്റുക. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓപ്പൺ ആക്കും, മൈക്ക് ഓപ്പൺ ആക്കിക്കൊണ്ട് വല്ല കാര്യം ഉണ്ടാ? ഇല്ല, പണി കിട്ടും, നമുക്കൊന്നും മനസ്സിലാവൂല. അതുപോലെ തന്നെ എന്താണ് നല്ല സ്കില്ല് എന്ന് പറയാം? എന്താണ് സംസാരത്തിലുള്ള സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ശബ്ദങ്ങൾ, വ്യക്തമായ ശബ്ദങ്ങൾ, ശാന്തമായ ശബ്ദമായിരിക്കണം. അതുപോലെ തന്നെ വ്യക്തത ഉണ്ടാവണം. ശാന്തതയും വ്യക്തത, ഈ രണ്ട് സാധനം ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കേൾക്കോ, നമ്മളെ പണി നോക്കിക്കും. അതുപോലെ തന്നെ മനോഹരമായ ശബ്ദമായിരിക്കണം. എനിക്കില്ലാത്തൊരു സാധനമാണ് മനോഹരമായ ശബ്ദം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതൊരു സംസാരത്തിന്റെ ഒരു സ്കില്ലാണ്. അതുപോലെ തന്നെ ഹർക്കത്തുൽ യദൈനി വൽ ജസ്മ്, നമ്മുടെ ശരീരവും നമ്മുടെ കൈകളും ഒരുമിക്കണം എന്നുള്ളതാണ്. ഈ കണ്ണെത്തണത്ത് മനസ്സെത്തണത്ത് കൈയെത്തണം, കൈയെത്തണത്ത് മനസ്സെത്തണം എന്ന് പറയുന്നത് പോലെ ആ രണ്ടും ഒരുമിച്ചില്ലെങ്കിൽ പണിയാണ്. അപ്പം അത് നമ്മുടെ സ്കില്ലിൽപ്പെട്ട സാധനമാണ്. ഇനി ഖിറാഅത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. ഞാൻ അതെല്ലാം കൂടി ഒരൊറ്റ സ്ലൈഡിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതെല്ലാം ഓരോന്നായിട്ട് വലിച്ചു വാട്ടി പറയാൻ എനിക്കൊണ്ട് വയ്യ, അതൊന്നും ഞാൻ പറയില്ല. ഒന്ന് ഖിറാഅത്തു ജഹരിയ, രണ്ട് ഖിറാഅത്തു അസ്വാമിത, മൂന്ന് ഖിറാഅത്തു തഹ്ലീലിയ, നാല് ഖിറാഅത്തു നാതിദ, അഞ്ച് ഖിറാഅത്തു റസമിയ, ആറ് ഖിറാഅത്തുൽ മുഖസ്സഫ, ഏഴ് ഖിറാഅത്തുൽ മുറക്കസ, എട്ട് ഖിറാഅത്തുൽ ഹുറ, 9 ഖിറാഅത്തു റസമി. അങ്ങനെ 10ഓളം അനുവാദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോ കിടന്ന് ചലയ്ക്കുന്നില്ലേ, അതിനെ നമ്മൾ ഖിറാഅത്തുൽ ജഹരിയ എന്ന് പറയും. ഉറക്കെയുള്ള വായന. ഇതെന്തിനാണ് ഉറക്കെ നമ്മൾ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രമാറ്റിക്കലി മിസ്റ്റേക്ക് മനസ്സിലാക്കാനാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കഴിഞ്ഞു അത്. ഖിറാഅത്ത് സ്വാമിത്ത എന്ന് വെച്ചാൽ സൈലന്റ് റീഡിങ്. മിണ്ടരുത് നമ്മൾ പറയും വായിച്ചോണ്ടിരിക്കുമ്പോ. എന്തിനാ? ലൈബ്രറി കയറിയിട്ട് കിടന്ന് ഒച്ചത്തിൽ വിളിക്കാൻ പറ്റുമോ? ബാക്കിയുള്ളവർക്ക് വായിക്കണ്ടേ? അപ്പൊ ലൈബ്രറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സൈലന്റ് റീഡിങ് എന്ന് പറയും. പിന്നെ അനാലിറ്റിക്കൽ റീഡിങ്. ചില ആൾക്കാർ നഹ്വിൽ വലിയ പുള്ളികളായിരിക്കും. അവര് വന്നിട്ട് നമ്മളൊരു ഇബാറത്ത് വായിക്കും. എന്തിനാന്നറിയോ? ഇവൻ എവിടെ മാർക്ക് കുറയ്ക്കണം, ഇവൻ എവിടെ നെഗറ്റീവ് ഉണ്ടെന്ന് എനിക്ക് കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് അനലൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റീഡിങ് ആണ് അനാലിറ്റിക്കൽ റീഡിങ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ ക്രിറ്റിക്കൽ റീഡിങ്, വിമർശനാത്മകമായിട്ടുള്ള വായന എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റീഡിങ് ആണ്. അതുപോലെ ഖിറാഅത്തു സരിയ, സ്പീഡ് റീഡിങ്. അത് എപ്പോഴാ വായിക്കാം നമ്മള്? സ്പീഡ് റീഡിങ് ജസ്റ്റ് ടൈപ്പ് ചെയ്താലും മതി, വോയിസിലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും. എപ്പോഴായിരിക്കും ഖിറാഅത്തു സരിയ വായിക്കാം സ്പീഡ് റീഡിങ്? പരീക്ഷയുടെ തലേ ദിവസമുള്ള ഒരു വായനയാണ് സ്പീഡ് റീഡിങ് എന്ന് പറയാം. യെസ്. അതുപോലെ എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് റീഡിങ്. എക്സ്റ്റെൻസീവ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലവിലുള്ള ഒരു സാധനം നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുത്ത്, പക്ഷെ മനസ്സിന്റെ അകത്തൊരു സമാധാനം ഇല്ല, വീണ്ടും കുറെ പരത്തി വായിച്ചു. അതാണ് എക്സ്റ്റെൻസീവ് റീഡിങ്. ഖിറാഅത്തുൽ മുഖസ്സഫ. ഖിറാഅത്തുൽ മുറക്കസ എന്ന് വെച്ചാൽ പഠിക്കാൻ കൊടുത്ത സാധനം അത് മാത്രം പഠിച്ചു. ഇതിനാണ് ഖിറാഅത്തുൽ മുറക്കസ എന്ന് വെച്ചാൽ. നമ്മൾ അതിനെ കുറച്ചുകൂടി മുറക്കസാക്കാണ്. പഠിക്കാൻ കൊടുത്ത സാധനത്തിന് അതിനെയും കുറച്ചുകൂടി ഒന്ന് മുറക്കസാക്കൽ നമ്മളെ പരിപാടി. നമ്മളോടാണ് എക്സ്റ്റെൻസീവ് റീഡിങ്ങിന്റെ കാര്യം പറയണെന്നുള്ള കാര്യം ഇവരെ ഓർക്കണം. വെരി ബാഡ്ഫുൾ. അടുത്തത് ഫ്രീ റീഡിങ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വായിക്കാന്ന് പറഞ്ഞ സാധനം. ഇനി അടുത്തത് ഖിറാഅത്തു റസമിയ, പിക്ചർ റീഡിങ്. പിക്ചർ റീഡിംഗ് എന്ന് വെച്ചാൽ സംഭവം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പെട്ടെന്ന് കിട്ടൂല. അതായത് നമ്മൾ നമ്മൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ കുറെ പുസ്തകത്തിന്റെ അകത്ത് ഒരുപാട് ബുക്ക് പടങ്ങൾ കാണും. അപ്പൊ പിള്ളേർ ഉമ്മയൊക്കെ ചോദിക്കും, ഉമ്മമാര് എന്റെ ഉമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ കുട്ടിയെ വിളുന്നത് കുറെ ആനയുടെ പോത്തിന്റെ ഒക്കെ പടം കാണിക്കാനാണ്. എന്റെ ഉമ്മ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് പിന്നീട്, ഞാൻ ഒരു ടീച്ചറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആ സാധനത്തിലൂടെ കഥ പറയലാണെന്നാണ്. ഞാൻ രണ്ട് ആനയെ സംസാരിക്കുന്ന ഒരു ചിത്രം കാണുമ്പോൾ 2 ആനകൾ സംസാരിക്കുകയാണെന്ന് എനിക്ക് കുട്ടിക്ക് മനസ്സിലാവും. കുട്ടിയുടെ മനസ്സിൽ അത്രേ മനസ്സിലാവുള്ളൂ. അവനന്ന് കാർട്ടൂൺ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. ഇപ്പൊ നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റീഡിങ് കൂടിയാണ് ഖിറാഅത്തു റസമിയ എന്നുള്ളത്. ഒരു ചോദ്യത്തിലേക്ക് വരാട്ടോ, കുറെയൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അടുത്ത നോക്കൂ. ഈ ഒരു മെത്തേഡില് അധ്യാപകൻ ആരംഭിക്കുന്നു ബിൽ കലിമാത്തി അവിൽ ജുമൽ, പദങ്ങളിലൂടെയോ അല്ലെങ്കിൽ സെന്റൻസുകളിലൂടെ, മിൻഹൽ ഉറൂഫ്, അവിടെ നിന്നും ഹർഫുകളിലേക്ക് വരും. അതായത് പദത്തിൽ നിന്നും ഹർഫിലേക്ക്. അനലിറ്റിക്കൽ, സൊർഫിയ, തർക്കീബി, അബിജദിയ. പറ്റിച്ചേ എല്ലാരും സി കൊടുത്തില്ലേ? ഇവിടെ എന്താ ചോദ്യം? നിങ്ങൾ നോക്കിക്കേ. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞപ്പോ തന്നെ അല്ലേ നമ്മൾ ആദ്യം ഒരു പൂർണ്ണമായ ഒരു സാധനം പറഞ്ഞു, അതാണ് ബിൽ കലിമാത്ത്.
എന്നിട്ട് വയന്തക്കിലുമിൻഹ ഇലൽ ഹുറൂഫ്, അവിടെ നിന്ന് ഹർഫുകളിലേക്ക് വന്നു. ഒരു കംപ്ലീറ്റ് ഒരു സാധനത്തിൽ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് കണ്ടു കഴിഞ്ഞാല് അയാൾക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാൻ പറ്റുള്ളൂ. അതായി പറഞ്ഞത് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ നമുക്ക് ഖിറാഅത്ത് പഠിക്കാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സ്ട്രക്ചർ മെത്തേഡ് എന്ന് പറയാം. ഇവിടെ ബിത്തഅലീമിൽ ഹുറൂഫ്, ഇവിടെ ഹർഫുകൾ പഠിക്കും. അവിടെ നിന്ന് എന്തെയും കലിമാത്തും ജുംലകളിലേക്കും വരും. കലിമാത്തുകളിലേക്കും ജുംലകളിലേക്കും വരും. ഇതാണ് തർക്കീബിയ എന്ന് പറയാം. ആദ്യം നമ്മൾ ഹർഫുകൾ പഠിക്കും, പിന്നെ കലിമാത്തുകളിലേക്ക് ജുംലകളിലേക്കും വരും. മൈക്ക് ഓഫ് ആക്കണം കേട്ടോ. രണ്ടാമത്തത് അബ്ജദി അവൽ ഹർഫിയ എന്ന് പറയും. അതായത് ശബ്ദ രൂപീകരണമുള്ള ഒരു പഠനം എന്ന് പറയാം. അബ്ജദ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ലോദ് സ്വാദ്, ഇങ്ങനെ കുട്ടിയെ ശബ്ദം പഠിപ്പിക്കലാണെന്ത് ഈ പറഞ്ഞ ത്വരീഖത്തുൽ അബ്ജദി അവൽ ഹർഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ത്വരീഖത്ത് സൗത്തിയ ഫോണറ്റിക് മെത്തേഡ്, സോ എന്ന ശബ്ദത്തിലേക്ക് അതിനെ എത്തിക്കാന്നുള്ളതാണ്. മിനൽ ഹർഫിലെ മക്കാത്തിയ അവൽ കലിമാത്ത്, ഹർഫുകളെ എന്താണ് കലിമാത്തുകളാക്കി മാറ്റലാണ് ഫോണറ്റിക് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അനലിറ്റിക്കൽ മെത്തേഡ്. ഈ അനലിറ്റിക്കൽ മെത്തേഡിലാണ് എന്തേത് യബ്ദഉ ബിൽ കലിമാത്ത്, അത് പദങ്ങൾ കൊണ്ടാണ് ആരംഭിക്കുന്നത്. വയന്നഖിലു ഇലൽ ഹറൂഫി ബിഇസ്തിഅമാലിൽ അസ്മാഇൽ മഅറൂഫ ഖബ്ല അൽ ഇൽതിഹാഖ്, എന്നിട്ട് എന്തെയും നമ്മുടെ ഹർഫുകളിലേക്ക് അതിനെ പതിയെ കൊണ്ടുവരും. ഫിത്തൊരീക, ഈ ഒരു മെത്തേഡിൽ യബ്ദഉ ബിതഅലീമിൽ ഹുറൂഫ്, ഹർഫുകൾ കൊണ്ടാണ് തുടങ്ങുന്നത്. സുമ്മ ഇലൽ കലിമാത്തി വൽ ജുമൽ, ഹർഫിൽ നിന്ന് ജുംലകളിലേക്ക്. തർക്കീബിയ, മുബാശറ, തവാസുലിയ, തഹ്ലീലിയ. ആരുടെ ഒരാളുടെ മൈക്ക് ഓൺ ആണെന്ന് ഓഫാക്കോ? ഓക്കെ, നമ്മളെല്ലാരും തന്നിട്ടുള്ള ഉത്തരം ഓൾമോസ്റ്റ് റെഡിയാണ്. എന്താണ് തർക്കീബ്, സ്ട്രക്ചറൽ മെത്തേഡ് എന്നുള്ളതാണ്. അത് തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തദ്രീസുൽ ഹുറൂഫുൽ ഹിജായിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മൂന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കണ്ടോ. ഈ തദ്രീസുൽ ഹുറൂഫുൽ ഹിജായിയ അവലൻ, ആദ്യം നമ്മള് ഹിജായി പഠിപ്പിക്കും, എന്നിട്ട് എന്താ കലിമാത്തുകളിലേക്ക് ജുംലകളിലേക്ക് വരെ. ഏതാണ് തർക്കീബിയ, സ്ട്രക്ചറൽ മെത്തേഡാണ്. ലൈസ മിൻ അത്വാറിൽ ഖിറാ, നേരത്തെ ഒരാൾ ചോദിച്ചില്ല എന്താണെന്ന് ചോദിച്ച സാധനമാണ് നമ്മൾ പറയാൻ പോണത്. ലൈസ മിനൽ അത്വാറിൽ ഖിറാ, ഖിറാഅത്തിന്റെ അത്വാറിൽ പെടാത്തത്. ഖിറാഅത്തുൽ മുവജ്ജഹ, ഖിറാഅത്തു തശാറുക്കിയ, ഖിറാഅത്തു സക്കാലിയ, ഖിറാഅത്തു റാഷിദ. ഖിറാഅത്തു റാഷിദ എന്ന് പറയുന്നത് നദ്വീനോടെ ടൈപ്പ് ചെയ്തു. അബുൽ ഹസൻ അലി നദ്വീന്റെ പുസ്തകമാണ്. ഞാൻ മനസ്സിൽ ചോദിക്കാനിരുന്ന ഒരു ചോദ്യം നിങ്ങൾ ഉത്തരമായിട്ട് കപ്പപ്പേണ. നമ്മൾ തമ്മിൽ എത്ര ബന്ധമുണ്ട് നിങ്ങളൊന്ന് ആലോചിക്ക്. നിങ്ങൾ പുലികളാ മക്കളെ, നിങ്ങൾ പുലികളാണ്. അപ്പം അത്വാറുൽ ഖിറാഅ മൂന്നെണ്ണാണ്. ഖിറാഅത്തുൽ മുവജ്ജഹ, ഗൈഡഡ് റീഡിങ്. മുവജ്ജഹ എന്ന് വെച്ചാൽ ഗൈഡഡ് റീഡിങ്. ഖിറാഅത്തു തശാറുക്കിയ എന്ന് വെച്ചാൽ സ്കഫോൾഡഡ് റീഡിങ്. ഖിറാഅത്തു സക്കാലിയ എന്ന് വെച്ചാൽ എന്താണ്? തശാറുക്കിയ എന്ന് വെച്ചാൽ എന്താണ്? സക്കാലിയാണ് സ്കഫോൾഡഡ് റീഡിങ്. തശാറുക്കിയ എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്. ഓക്കെ, അപ്പം മുവജ്ജഹ എന്ന് വെച്ചാൽ ഗൈഡഡ് റീഡിങ്, സക്കാലിയ എന്ന് വെച്ചാൽ എന്താണ്? സ്കഫോൾഡഡ് റീഡിങ്. അതോടൊപ്പം തശാറുക്കിയ എന്ന് വെച്ചാൽ കൊളാബറേറ്റീവ് റീഡിങ്. മുഹാവലത്തുൽ തംസീലുൽ കലാം, സംസാരത്തെ നമ്മൾ തംസീൽ ചെയ്യാനുള്ള ഉപയോഗം എന്താണ്? ഒരു ശ്രമത്തെ എന്താ പറയാ, ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് ശ്രമത്തെ എന്താ പറയാ? ഇസ്തിമാ എന്നാണോ, അനലിറ്റിക്സ് എന്നാണോ, റൈറ്റിംഗ്സ് എന്നാണോ, റീഡിംഗ് എന്നാണോ? ഓക്കെ, കിതാബത്ത് എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റിംഗ് എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു സാധനം ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. കിതാബത്ത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. കിതാബത്തിൽ പല ടൈപ്സ് ഓഫ് കിതാബത്ത് ഉണ്ട്. കിതാബത്ത് ഉണ്ട്, കിതാബത്തിൽ ഇബദായി ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹത്തിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. കഴിഞ്ഞ കേട്ടത്തിൽ വെച്ചൊക്കെ ഹത്തിൽ ഹൂഫി എന്താണെന്നൊക്കെ ചോദ്യം അതിലുണ്ട്. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഏത് ഹത്താണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ വളരെ ഒരു വലിയൊരു വിശാലമായ ഒരു ഏരാണ് കിതാബത്ത് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് എന്തും ചോദിക്കാം.
സാധാരണ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ടാണ് തഹ്‌ലീലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വിചാരിച്ചത്. പ്രധാനമായിട്ടും 4 രൂപത്തിലുള്ള തഹ്‌ലീലാണ് ഉള്ളത്. ഒന്ന് തിമാറ്റിക് എഡിറ്റിംഗ് ഉണ്ട്, സിന്റാക്ടിക് എഡിറ്റിംഗ് ഉണ്ട്, മോർഫോളജിക്കൽ എഡിറ്റിംഗ് ഉണ്ട്, സ്പെല്ലിംഗ് എഡിറ്റിംഗ് ഉണ്ട്. തീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറയാം. ഇപ്പൊ ഒരു അധ്യാപകൻ ഒരു കൺസെപ്റ്റ് എഴുതാൻ വേണ്ടി കുട്ടിയോട് ആവശ്യപ്പെടുന്നു. ആ എഴുതിയെന്ന കൺസെപ്റ്റിലുള്ള തെറ്റുകൾ തിരുത്തി കൊടുത്തതിന് നമ്മൾ തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയാം, തിമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയാം, മുബഹസി എന്ന് പറയാം. തർക്കീബി എന്ന് വെച്ചാൽ സ്ട്രക്ചർ, സിന്റാക്ടിക് ആണ്, അതായത് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള തെറ്റുകളാണ്. മോർഫോളജി വെച്ച് ഗ്രാമാറ്റിക്കലി തന്നെയുള്ള ഒരു ടൈപ്പാണ് മോർഫോളജിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ് തെറ്റുകൾ എന്ന് പറയാം, ആജിരിമി. അതുപോലെ സ്പെല്ലിംഗ് തെറ്റിംഗ് എന്ന് പറയാം. സ്പെല്ലിംഗ് എറർ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, സ്പെല്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തെറ്റ്. ഇപ്പൊ അബ്ദുൽ മലിക് എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ എഴുതുമ്പോൾ തെറ്റിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകളെയാണ് മുആലജത്ത് നമ്മൾ പറഞ്ഞ തഹ്‌ജിഅത്തി വ തർക്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കിക്കേ, ഹസല റാഷിദു റിസാലത്തൻ. ഇവിടെ ഏത് തരത്തിലുള്ള തെറ്റാണ് വന്നിട്ടുള്ളത്? തർത്തീബുൽ കലിമാത്തിലാണോ, ഇസ്തിഅമാലു കലിമാത്തുൽ മുതസായിദയാണോ, കലിമാത്തുൽ മഫ്കൂദയാണോ, തഹ്‌ജിയാണ്? തർത്തീബിലാണോ പ്രശ്നം വന്നത്? അവിടെ ഏതെങ്കിലും പദം അധികരിച്ചു വന്നിട്ടുണ്ടോ? ഏതെങ്കിലും പദം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? തഹ്‌ജിയയിലാണോ? ഏതിലാണ്? ഫിൽ കലിമാത്തുൽ മഫ്കൂദ, നമുക്ക് പദം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഹസല അല എന്ന് പറയണം അല്ലെ, ഹസല അല വന്നിട്ടില്ല. ഇനി സൊർഫി ആയിട്ടുള്ള തെറ്റുകൾ എന്തിലാണ് വരുന്നത്? തർക്കീബിലാണോ, ആജ്റൂമിലാണോ, തഹ്‌ജിയയിലാണോ, മഫ്ഹൂമിയിലാണോ? ഓക്കെ, അത് ഏതിലാണ് പറഞ്ഞത്? ആജ്റൂമി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം, ആജ്റൂമിയാണ്. ഖിറാഅത്തുൻ ബിൽ ഐനൈനി ഫഖത്ത്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് മാത്രം നടക്കുന്ന വായന എന്താണ്? ഖിറാഅത്തു സ്വാമിത, ഖിറാഅത്തു ജഹരിയ, ഖിറാഅത്തു സൗതിയ, ഗൈറു മാ ദുകിറ. ഖിറാഅത്തു സ്വാമിത. ലൈസത്ത് മിൻ മഹാറാത്തി തഹദ്ദുസ്, എന്താണ്? നമ്മുടെ സംസാരം എന്നതിന്റെ മഹാർ സ്കില്ലിൽ പെടാത്തത്. സൗത്തുൻ ഹാദിയുൻ, സൗത്തുൻ വാദിഹിൻ, സൗത്തുൽ ആലി, സൗത്തുൽ ജദ്ദാബ്. സൗത്തുൽ ആലി, ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ബിക്കോസ് എന്താണ്, നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇല്ല മക്കളെ. നിങ്ങള് പതിയെ ശബ്ദം പതുക്കെ വ്യക്തമാക്കി മനോഹരമായി സംസാരിക്കണം. എന്നെ പോലെ ഒറ്റപ്പാടുണ്ടാക്കി സംസാരിക്കുന്ന കാര്യമില്ല, മനസ്സിലായോ? വളരെ മനോഹരമായി പതിയെ 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 സംസാരിക്കണം. ഒരാളുടെ മനസ്സിൽ നിന്ന് കീഴടക്കി എടുക്കണം. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ. ഓക്കെ. അൽ വഹിദത്തുൽ അദ്നാലി തവാസുൽ, കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന ഏറ്റവും ബേസിക് യൂണിറ്റ് എന്താണ്? മുഹാദസ, അർഫ്, കലിമാത്ത്, തറാഖീം. മുഹാദസ, കിസ്സ, കസീറ, റിവായ, മസ്റ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കണതല്ലേ? അതിനെയാണ് വഹിദത്തുൽ അദ്നാലി തവാസുൽ നമ്മൾ പറയാം. ഇനി കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ഭാഗമാണ് മഹാറാത്തു തവാസുൽ, കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുകൾ എന്താണെന്നുള്ളത്. അതിനൊരു സെന്റർ വേണം, മുർസൽ സെന്റർ വേണം, ഒരു കണ്ടന്റ് വേണം, റിസാല വേണം, റിസീവ് ചെയ്യാൻ ഒരാൾ വേണം. അതാണ് മുസ്തഖ്ബിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അൽ ഹദ്ഫ്, ലക്ഷ്യം ഉണ്ടാവും. കനാത്തുൽ ഇത്തിസാൽ, ഒരു അതിന് മീഡിയ ഉണ്ടാവും. ഇസ്തിജാബ, റെസ്പോൺസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു മഹാറത്ത് തവാസുൽ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണ്? ഏകദേശം ക്ലിയർ ആണെന്നൊക്കെ വിചാരിക്കാണ്. ഞാൻ അടുത്ത ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. യംകുനു തദ്രീബി അയ്യ ശഖ്സിൻ അലാ അദാഇ മുഹിമ്മ. ഒരു കാര്യം എന്താണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി ഏതൊരു വ്യക്തിയെയും ട്രെയിനിങ് ചെയ്യാം, സാധ്യമാകും. ഇവിടെ ട്രെയിനിങ് കിട്ടിയാൽ തന്നെ കിട്ടണം ഒരു സാധനം. അതിലേക്ക് വരാം. അവരുടെ നിലവിലുള്ള എന്താണ് ചിന്താതരത്തിലുള്ള അവന്റെ കഴിവിനെ ഒന്നും പരിഗണിക്കാതെ, അവസ്ഥകളൊന്നും പരിഗണിക്കാതെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തിയെ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഏത് തിയറി അനുസരിച്ചിട്ടാണ് എന്നാണ്? ബിഹേവിയറിസം. ഓടിക്കളിക്കള കൊച്ചുരാമ, അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണത് എപ്പോഴാ? ബിഹേവിയറിക്കൽ അപ്രോച്ചാണ് അല്ലേ? നമ്മളെ സ്കൂളിൽ നമ്മളെ കുട്ടി എപ്പോഴും മിണ്ടാതിരിക്കാൻ കാരണം നമ്മളെ ഇഷ്ടം. നമ്മളൊരു ബിഹേവിയറിക്കൽ ടീച്ചർ ആയതുകൊണ്ട് അത് മാറ്റനാട്ടങ്ങള്. മിൻ അസ്ഹാബിൻ നദരിയത്ത് സുലൂക്കിയ, ബിഹേവിയറിസത്തിന്റെ പിതാക്കൾ താരപ്പെടുന്നതിൽ ആരാണ്? ഗുട്ടൻബർഗ് ആണോ, പാവുലോവ് ആണോ, അരിസ്റ്റോട്ടിലാണോ,
മൗലാന മുഹമ്മദ് അലി ജൗഹർ ആണോ? കാണാൻ എന്താ സുഖം. പാവപ്പെട്ട പാവുലോവിനെ നമ്മൾ പട്ടിപ്പാവുലോ എന്നും വിളിച്ചിട്ട് പട്ടിയെ പിടിച്ച് ബിഹേവിയർ പട്ടിയുടെ വല്ലാത്ത സ്വഭാവം എന്നും പറഞ്ഞിട്ട് ഇപ്പം ക്വസ്റ്റ്യൻ കൊണ്ടിട്ടേക്കണല്ലേ. എന്നിട്ട് നമ്മളോട് അത് ചോദ്യം നദരിയത്ത് സുലൂക്കയുടെ അതാണ് പാവുലോവ് അല്ലേ, പിന്നല്ലാതെ ആരാ? അപ്പോ നവരിയാത്ത് ഫി മജാലു തഅലീം, ബിഹേവിയറിസത്തിന്റെ എന്താണ് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള കുറച്ച് തിയറികൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ബിഹേവിയറിസം, നദരിയത്ത് സുലൂക്കിയ, നദരിയത്തുൽ മഅറഫിയ കോഗ്നിറ്റിവിസം, നദരിയത്തുൽ ബനായ കൺസ്ട്രക്റ്റിവിസം, നദരിയത്തുൽ മജാലിയ ഗസ്റ്റാൾട്ട് എന്താണ് നമ്മൾ പറയാറുണ്ട് ഗസ്റ്റാൾട്ട് സൈക്കോളജി. കോഫ്കയും കോഹിലറും വെർത്തിമേറും ചേർന്ന് കൊണ്ട് തുടങ്ങിയ ഒരു സാധനമാണ് നദരിയത്തുൽ മജാലിയ. കോഫ്ക, കോഹിലർ, വെർത്തിമേർ. അതുപോലെ നദരിയത്തുൽ ബനായത്തുൽ ഇജ്തിമായ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇതിൻ്റെ അകത്ത് മഅറഫിയയുടെ ഒരു ഉപഘടകമാണ് നദരിയത്തുൽ മജാലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ നദരിയത്ത് തഅല്ലുമു സുലൂക്കിയ, ബിഹേവിയർസ് ആണ്. അത് അമേരിക്കയിൽ JB വാട്സൺ 1913 സ്റ്റാർട്ട് ചെയ്യുന്നത്. അവര് ഒരു വിദ്യാർത്ഥിയുടെ അഖിലിനെ പരിഗണിക്കുന്നത് സഫഹത്തുൻ ബൈള, എന്താണ്, ഒരു ഒഴിഞ്ഞ പാത്രത്തെ പോലെയാണ്. ഒഴിഞ്ഞ പാത്രം പോലെയാണ് അതിനെ പരിഗണിക്കുന്നത്. 1912 13 പല അഭിപ്രായമുണ്ട്. അതൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹം അവർ പരിഗണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഒരു ഒഴിഞ്ഞ പാത്രം പോലെയാണ്. ഖാലി, ഒഴിഞ്ഞ പാത്രം പോലെയാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ഇന്നഹു തഗയ്യറുൻ ഫി സുലൂക്കിൽ ഫർദ്, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യലാണ്. സ്റ്റിമുലസിന്റെയും റെസ്പോൺസിന്റെയും ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്യലാണ് പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് സ്റ്റിമുലസ് എന്താണെന്ന് റെസ്പോൺസ് എന്താണെന്ന് കേൾക്കണം. സ്റ്റിമുലസ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ചോദകങ്ങളെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയാം. അത് നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്നൊക്കെ പറയാം. കുട്ടിയുടെ മേലെ നമ്മൾ നടത്തുന്ന പ്രഷറിനൊക്കെ നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയാം. അതിൻ്റെ അകത്ത് തന്നെ ഇസ്തിജാബ, റെസ്പോൺസ് ഉണ്ടാവും. റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം. നമ്മൾ വെറുതെ പ്രഷർ കൊടുത്താൽ മാത്രം പോരാ, അതിന് ആവശ്യമുള്ള മോട്ടീവ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം. അതിലൂടെ നമ്മൾ ഈ പറഞ്ഞ ചോദകങ്ങൾ, നമ്മൾ പ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷനിലൂടെയൊക്കെ എന്ത് വേണം, കുട്ടിയിലെ ഒരു ബിഹേവിയറിക്കൽ ചേഞ്ച് വേണം. ഇങ്ങനെ ബിഹേവിയറിക്കൽ ചേഞ്ച് വന്നാൽ നമ്മൾ അതിനെന്ത് പറയും? വിദ്യാഭ്യാസമായി എന്ന് പറയും. പ്രധാനപ്പെട്ട വ്യക്തികളാണ് എഡ്വാർഡ് തോണ്ടേക്ക്, ജോൺ വാട്സൺ, ഇവാൻ പാവ്ലോവ്, ഫ്രെഡറിക് സ്കിന്നർ, എഡ്വാർഡ് ടോർമാൻ, ക്ലാർക്ക് ഹെല്ലിങ്. ക്ലാർക്ക് ഹെല്ലും എഡ്വാർഡ് ടോർമാനൊക്കെ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. തോണ്ടേക്ക്, വാട്സൺ, പാവ്ലോ, സ്കിന്നർ. ഓക്കെ, നമ്മുടെ സ്കൂളിലൊക്കെ, നമ്മളെ ഇവിടെ വള്ളക്കടവ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഈ VPSK എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. VPSK, വള്ളക്കടവ് പ്രവാസി കൂട്ടായ്മ എന്നാണ് സംഘടനയുടെ പേര്. അപ്പൊ അതുപോലെ നിങ്ങള് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചേർക്കണം കേട്ടോ. എന്താ അറിയോ, വാട്സണില് V ഉണ്ട്, സ്കിന്നറിലെ S ഉണ്ട്, VS. പണ്ട് തൊണ്ട എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തൊണ്ട എടുത്തിട്ട് പാന്ന് വിളിക്കുമായിരുന്നു. തൊണ്ട എടുത്തിട്ട് VS ആരാ? നമ്മുടെ പഴയ മുഖ്യമന്ത്രിയാ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കോഡൊക്കെ ഓർത്തിട്ട് എന്താണ്, VS തൊണ്ടയെടുത്ത് പാന്ന് വിളിക്കുമായിരുന്നു. VS എന്താണ്? വാട്സണ്, സ്കിന്നർ, തൊണ്ടേക്ക്, പാവ്ലോവ്. കിട്ടിയല്ലോ. ഇനി മറക്കരുതേ, VS തൊണ്ടയെടുത്തിട്ട് പാന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ നമ്മളത് പഠിച്ചു. ആരൊക്കെയാണ്? വാട്സന്, തൊണ്ടേക്ക്, അതുപോലെ തന്നെ സ്കിന്നർ, പാവ്ലോവ്. ഇനി പ്രധാനപ്പെട്ട തൊണ്ടേക്കിന്റെ ചില തിയറികളുണ്ട്. കണക്ഷനിസം, ട്രയൽ ആൻഡ് എറർ, അതുപോലെ തന്നെ മുഫീർ വല്ലിസ്റ്റ്, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് തിയറി. ഇതൊക്കെ തൊണ്ടേക്കിന്റെ ചില ഇതാണ്. ഇനി അതോടൊപ്പം തന്നെ തൊണ്ടേക്കിന്റെ മറ്റു ചില നിയമങ്ങളാണ്. സന്നദ്ധത നിയമമുണ്ട്, ലോ ഓഫ് റെഡിനെസ്, അഥവാ തനുൽ ഇസ്തിഅദാദ് എന്ന് പറയും. അതായത് ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്താൽ മാത്രമേ അവനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പഠിക്കണം തോന്നുന്നത് നിങ്ങൾ പഠിപ്പിക്കോളൂ. ഇതാണ് തനുൽ ഇസ്തിഅദാദ് എന്ന് പറഞ്ഞാൽ. എന്താണ് തദ്രീബ്, എക്സസൈസ്, ആവർത്തന നിയമം. ഒരു വട്ടം
ഒരു വട്ടം പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറക്കും. അത് ഒരു ഫാക്റ്റ് ആണ്. ഒരുപാട് വട്ടം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയാം. ഇനി കാരണം അസരി വൽ നതീജ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ പഠിച്ചത് ശരിയായി പഠിച്ചാൽ ശരിയായ റിസൾട്ട് കിട്ടും, തെറ്റായി പഠിച്ചതിന് തെറ്റായ റിസൾട്ട് കിട്ടും. ഇതാണ് ഫല നിയമം, കാനുൽ അസരി വൽ നതീജ എന്ന് പറയാം. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെതുണ്ട്. അതുപോലെ തന്നെ ഇനി ഓക്കെ ക്ലിയർ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ തൊണ്ടേക്കിന്റെയാണ്. ഇനി അടുത്തത് സ്കിന്നർ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഇസ്തിറാത്തുൽ ഇജ്റാഇയ്യ എന്ന് പറയും ഓപ്പറന്റ് കണ്ടീഷനിങ്. പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. വളരെ പ്രധാനപ്പെട്ട കുറെ തിയറീസും കാര്യങ്ങളൊക്കെയാണ്, ക്ലിയർ ആയിട്ട് പഠിക്കാം. അടുത്തത് നളരിയത്തുൽ ബന്നായിയ, കൺസ്ട്രക്റ്റിവിസം എന്താണെന്ന് നമ്മൾ പറയുന്നത്. നളരിയത്തു അൽ ബന്നായ, കൺസ്ട്രക്റ്റിവിസം എന്നാൽ എന്താണ്? കൺസ്ട്രക്റ്റിവിസം എന്ന് വെച്ചാൽ ഒരു കുട്ടി സ്വയം നോളജ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് കൺസ്ട്രക്റ്റിവിസം എന്നൊരു മാനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ് ലൈവ് വൈഗോട്സ്കി, റോബർട്ട് ഗാഗിനെ, ജീൻ പിയാഷെ, ഓസ്ബല്, ബ്രൂണർ. ഇതിന്റെ അകത്ത് ഇവരുടെയൊക്കെ തിയറീസ് കൂടി മനസ്സിലാക്കണം. ജീൻ പിയാഷെയുടെ തിയറിയാണ് എന്ത്? നളരിയത്തുൽ നമുൽ മഅറഫി, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്ന് പറയും. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ഗാഗ്നയുടെ, റോബർട്ട് എം ഗാഗ്നയുടെ തിയറിയാണ് നളരിയത്ത് ഫിൽ നമുൽ മഅറഫി. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ 2023 HSA പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. റോബർട്ട് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ പെടാത്ത സാധനം എന്ത് എന്നുള്ളത്. അതുപോലെ ലൈവ് വൈഗോട്സ്കിയുടെ എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, ബ്രൂണറിന്റെ കൊഗ്നിറ്റിവിസം, അതുപോലെ ഓസുബലിന്റെ എന്താണ് ലഫ്ദുൽ ഖായിമൽ അൽ മഅന, എന്താണ് വെർബൽ അസോസിയേഷൻ തിയറി. ഇതൊക്കെ പ്രധാനപ്പെട്ട കൺസ്ട്രക്റ്റിവിസം തിയറികളാണ്. ഈ വെർബൽ അസോസിയേഷൻ തിയറിയൊക്കെ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള മറ്റു ചില ആപ്ലിക്കേഷൻസ് ആണ്, അഥവാ ഈ ബിഹേവിയറിസത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. തത്ബീഖത്തുൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് തഅല്ലുമു ദാത്തി, സെൽഫ് ലേണിംഗ്, തഅല്ലും ബിൽ മശ്റൂഅത്ത്, പ്രൊജക്റ്റീവ് മെത്തേഡ്, തഅല്ലുമു തആവുനിയ, കോപ്പറേറ്റീവ് മെത്തേഡ്, തശാറുക്കിയ, കൊളാബറേറ്റീവ് ലേണിംഗ്, ഉസ്ബുദ്ദിഹിനി, ബ്രെയിൻ സ്ട്രോമിംഗ്. ഇതെല്ലാം എന്തിൽപ്പെട്ടതാണ്? പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി അടുത്തത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, വൈഗോട്സ്കിയുടെ തിയറിയാണ്. കൺസ്ട്രക്റ്റീവ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവര് കൊണ്ടുവന്നൊരു സാധനമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഞാനിത് ഇത്രയും പറഞ്ഞു. ഓൾറെഡി നിങ്ങൾ ഈ കേട്ടിട്ട് പഠിച്ച കാലം തൊട്ടേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു പേരാണ് വൈഗോട്സ്കി എന്നുള്ള സാധനം, അല്ലേ? എസ് ഓർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? അതുകൊണ്ടാണ് ഞാൻ വലിച്ചു വാരിയൊന്നും ഞാൻ പറഞ്ഞു പോകാതെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വരും. നിങ്ങൾക്ക് ലോകത്ത് കേട്ടറ്റ് പരീക്ഷ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വൈഗോട്സ്കി മറക്കില്ല. കാരണം ആകെപ്പാടെ ഒരു മയത്തിലൊക്കെ നമുക്ക് വേണ്ടി നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി തിയറി ഉണ്ടാക്കിയ വ്യക്തിയാണ് ആര്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറിയുടെ ഉപജ്ഞാതാവ് വൈഗോട്സ്കി. കാരണം പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ബാക്കിയുള്ളവരുടെ ഒക്കെ തിയറിയിൽ എന്തൊക്കെ സ്റ്റെപ്പുകളുണ്ട്, ഇതേ വെറും 3 സ്റ്റെപ്പിൽ പറഞ്ഞു വെച്ചു. ഒരു വ്യക്തി 3 തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്ന് അവന് നിലവിലുള്ള എബിലിറ്റി ലെവല്, അവനിക്ക് എത്തിച്ചേരാവുന്ന എബിലിറ്റി ലെവല്, അതിനിടയിലുള്ള സാധനം. അഥവാ ഒരു കുട്ടി നിങ്ങൾക്ക് നമ്മുടെ കാമയുടെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എബിലിറ്റി ലെവൽ ഉണ്ട്. നിങ്ങൾ PSCയിലേക്കൊക്കെ എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്ന ഒരു എബിലിറ്റി ലെവൽ ഉണ്ട്. അതിനെയാണ് നമ്മൾ കറണ്ട് എബിലിറ്റി. നിങ്ങൾ വെറും മണ്ടന്മാരെന്ന് ഞാൻ പറഞ്ഞിരുന്നോ ക്ലാസ് തുടങ്ങിയ സമയത്ത്? നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങൾ ആ നിലവിലുണ്ടായിരുന്ന ഒരു സാധനം. നിങ്ങൾക്ക് ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു, ഐ ആം അണ്ടർസ്റ്റാൻഡ് യു. പക്ഷെ നിങ്ങൾക്ക് എത്തേണ്ട എന്താ? ഈ പെഡഗോജി രാജു സാറൊന്നും അല്ലാന്ന് കാണിച്ചു കൊടുക്കണ്ടേ? യെസ്, കാണിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവല്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ടെസ്റ്റ് ടീച്ചറിന്റെ ശകാരങ്ങൾ വേണം, കാമക്കാരുടെ സപ്പോർട്ട് വേണം, പാവപ്പെട്ട ഞങ്ങളുടെ ക്ലാസ്സുകളും വേണം. ഇതിനാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും സഹപാഠികളും എല്ലാം ചെന്ന സ്ഥലം. ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ പാവപ്പെട്ട ഒരു പേരിവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു പോകണം. മിന്തിക്കത്തു അത്തത്തവ്വുർ വൽ കരീബ, സമീപത്തിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ചിന്തിക്കാം, ഇത് ബേസിക് മനസ്സിലാവും. നിങ്ങളെ എല്ലാവരും ഒരു കോഴ്സിൽ ചേരുന്നത് എന്താ? ഞാൻ ഇങ്ങനെയും രക്ഷപ്പെടുമല്ലോ റബ്ബേന്ന് വിചാരിച്ചിട്ടല്ലേ? അല്ലേ? അതാണ് പറഞ്ഞത്, സമീപസ്ഥ വികാസ മണ്ഡലം എന്നാ പറയണേ. സമീപത്തിലെങ്ങാനും നമ്മള് രക്ഷപ്പെടാം. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്താണ്? രക്ഷപ്പെടാം എന്ന ലക്ഷ്യത്തിലൂടെ പോവാണ്. ഇതാണ് ആര് പറഞ്ഞത്? ഇത് വെറുതെ അങ്ങോട്ട് എത്തൂല കേട്ടാ. അതിലേക്ക് ഞാൻ വരാണ്. സിക്കാല എന്ന സാധനം വേണം, സ്കപ്പോൾഡ് ചെയ്യണം, ഉയർത്തിക്കൊണ്ട് പോണം.
ബുദ്ധി തള്ളണം. എന്നാല് എവിടേക്ക് വരുള്ളൂ? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിയോളൂ. കറണ്ട് എബിലിറ്റി കുട്ടിക്ക് ആദ്യമേ ഉള്ള അവസ്ഥയാണ്. മുസ്തബൽ മുഖദ്ദറത്തിൽ കാണാൻ കുട്ടി എത്തിച്ചേരേണ്ട അവസ്ഥയാണ്. കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യത്തിൽ നിന്നും കുട്ടിക്ക് ഇനി എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഇത് ജംഷാദ് സാറ് മുമ്പ് അൽമുർഷിദിൽ എടുത്തിട്ടുള്ള ഒരു സമയത്ത് ജംഷാദ് സാറിന്റെ നോട്ടിൽ തന്നെ ജംഷാദ് സാർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു PDF ഒരു കട്ടിംഗ് ആണ് കേട്ടോ. ഓക്കെ, ജംഷാദ് സാറിനാണ് ഇപ്പൊ അടിച്ചു കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കാണ്. മിൻ സിമ്മാത്തി നദരിയത്തുൽ ബന കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടത് ഇത്തറക്കസ് ഹൗലുൽ മുഅല്ലിം അധ്യാപക കേന്ദ്രീകൃതമാണ്. ഇത്തറക്കസ് ഹൗലുൽ മുഅത്തമിദ് കണ്ടന്റ് റിലേറ്റഡ് ആണ്. തഖ്വീലുൽ മുതഅല്ലിമിൽ മാരിഫ അറിവിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. ഇത്തറക്കസ് ഹൗലുൽ അൻഷിത ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. ഓക്കെ, ആക്ടിവിറ്റി റിലേറ്റഡ് ആണ്. വെരി ഗുഡ്. ഫസ്ലു ഷാമിൽ ഹുവല്ലദി ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളൊന്ന് ആൻസർ ചെയ്യോ? ഞാൻ മഴ പറയുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അതായത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളോടൊപ്പം സാധാരണ കുട്ടികളോടൊപ്പം പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കൂടെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഇൻക്ലൂസീവ് ക്ലാസ് റൂമുകൾ എന്ന് പറയാം. മിനൽ ഇഖ്തിറാബാത്ത് തഅലീമിയൽ ഹദീസ് ഒരു മോഡേൺ എഡ്യൂക്കേഷൻ അപ്രോച്ച് എന്താണ്? മുറക്കിസത്തുൻ അൽ മുദരിസ് അധ്യാപക കേന്ദ്രീകൃതമാണോ? കണ്ടന്റ് റിലേറ്റഡ് ആണോ? ലേണർ സെന്റേർഡ് ആണോ? അതല്ല ഇവാലുവേറ്റീവ് സെന്റേർഡ് ആണോ? എന്താണ് ഒരു മോഡേൺ അപ്രോച്ച് എന്ന് പറയാം? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. എന്താണ്? മുറക്കിസത്തുൻ അല ദാരിസി അധ്യാപക വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ്. ഇഖ്തറ തിരഞ്ഞെടുക്കണം. മാല യംബഗി മിർആത്തു ഇൻദ തഖ്ദീമി ദറാസ് അമാമ അത്ഫാൽ യുവാജിഹൂന തഹദിയാത്തുൽ മുഖ്തലിഫ. ഇഖ്തറ തിരഞ്ഞെടുക്കണം. മാല യംബഗി അനിവാര്യമല്ലാത്തത്. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് മണി കിട്ടണ ഒരു പരിപാടി എനിക്ക് മാല എന്നൊക്കെയുള്ള സാധനം. മിർആത്തുഹു നിങ്ങൾ പരിഗണിക്കാൻ ഇല്ലാത്തത്. ഇന്ദ തഖ്ദീമി ദറസി അമാമ അത്ഫാൽ യുവാജിഹൂന തഹദിയാത്തുൽ മുഖ്തലിഫ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന വിദ്യാർത്ഥിയുടെ മുമ്പിൽ കണ്ടന്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ പരിഗണിക്കേണ്ടതില്ലാത്ത കാര്യം എന്താണ്? യെസ്, തഖ്ദീമി ദുറൂസി ഹസ്ബി മുസ്തവ തുല്ലാബിൽ ഫായിഖീൻ. വലിയ കഴിവുള്ളവന്മാരെ അനുസരിച്ച് മാത്രം പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് വല്ല മനസ്സിലാവോ? വല്ലത് മനസ്സിലാവോ? യെസ് ഓർ നോ? വൈ ഓർ എൻ? നോ. നിങ്ങളൊക്കെ കഴിവ് കുറഞ്ഞവരോ? ഏയ്, നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂലേ? നിങ്ങളല്ല, നിങ്ങളെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരുടെ കാര്യം. ഇപ്പൊ ഫസല് ഷാബിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാവരും നല്ല ഹാപ്പിനെസ് ഉള്ള എന്താണ് ഒരു അന്തരീക്ഷം ഒരുക്കലാണ്. മുത്തളമ്മിൻ ഉൾക്കൊള്ളുന്ന ജമീഉൽ ബിദൂനി ഇഖ്റാജ് ഒരാളെയും ഒഴിവാക്കാതെ അഹദ് മിന ദാരിസീന ഒരു കാരണത്തിന്റെ പേരും മറ്റൊരാളെ ഒഴിവാക്കാതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കും. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. അതിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും? അബ്നാഉൽ മുജന്നിബുൻ അലി അസ്ബാബിൻ ഇജ്തിമാഇയ വൽ ഇഖ്തിസാദിയ സാമ്പത്തികമായിട്ടും സാമൂഹികമായി പിന്നിട്ട് നിൽക്കുന്ന അതിന് വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവണം. അതുപോലെ തന്നെ ജിസ്മിയ വല്ലക്കിരിയ ശാരീരിക മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ എന്താണ് വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെല്ലാം എന്തിൽ ഉൾപ്പെടുത്തണം? ഈ പറയുന്ന തഅലീമുൽ മുതല്ലമ്മിനെ ഉൾപ്പെടുത്തണം. അടുത്തൊരു ചോദ്യം, ഖാനുന ഹഖ്ഖു തിഫ്ൽ റൈറ്റ് ടു എന്താണ് കുട്ടികളുടെ അവകാശ നിയമം. അൽ ഹുസൂൽ അലാ തഅലീമിൽ മജാനി വൽ ഇൽസാമി നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം ഒരു വിദ്യാർത്ഥിയുടെ മേൽ അടിച്ചേൽപ്പിച്ച ഏത് വർഷത്തിലാണ്? 2019, 2005, 2009, 2015. ഇത് പെഡഗോജിയിലെ മാത്രം ക്വസ്റ്റ്യൻ അല്ല, GK 20 മാർക്കിലെ കൂടി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2009 ഒരു ചോദ്യം കൂടിയേ, ഫസ്റ്റ് റിലേറ്റഡ് ആണോ? തഖ്സിമു ഹുഖൂഖുൽ അത്ഫാൽ ബിഖുസൂസി തഅലീം ബി സലാസി മനാത്തിഖിൻ ഹാം. തുഖ്സിമു എന്താണ്? വർഗീകരിക്കുന്നു. ഹുഖൂഖുൽ അത്ഫാൽ വിദ്യാർത്ഥികളുടെ കടമകളെ
എന്താണ് തഅലീമിനനുസരിച്ച് കൊണ്ട് ഇലാ സലാസി മനാത്തിക്കുൽ ഹാമ പ്രധാനപ്പെട്ട 3 രൂപത്തിൽ. മുഷാറക, അത്തൗഫീർ വൽ ഹിമായ, അൽ മുഷാറക, അത്തൻമിയ, അത്തൗജീഹ്, അത്തൻമിയ, അൽ ഹിമായ വത്തഖ്ലീം. ഇവിടെ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഓപ്ഷൻ ഉള്ളി അഥവാ മുഷാറക, തൗഫീർ വൽ ജമായ മാത്രമാണ്. 2 ശരിയാവും. അതായത് മുഷാറക, തൗഫീർ, ഹിമായ 2 ശരിയാവും. അല്ലെങ്കിൽ തൻമിയ, തൗജീഹ് 2 ശരിയാവും. ഓപ്ഷൻ സി പറയുന്നതെന്ന് വെച്ചാൽ തൻമിയ, ഹിമായ, തഖ്ലീം അല്ല, ആദ്യത്തെ 2, അവസാനം പറയുന്നത് എല്ലാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും? NORY. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ ഓൺലി 1 മാത്രമാണ്. അതായത് പാർട്ടിസിപ്പേഷൻ, അതോടൊപ്പം തന്നെ പ്രൊവിഷൻ, പ്രൊട്ടക്ഷൻ, ഇങ്ങനെ 3 സാധനത്തെ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മേല് UNO നടപ്പിലാക്കിയതാണ്. ഒരു കുട്ടിയില് എന്തുണ്ട്? ഒരു മുഷാറക്കയിലൂടെ കടന്നു പോകണം, തൗഫീർ നൽകണം, പ്രൊട്ടക്ഷൻ, ഹിമായ കൊടുക്കണം. ഇത് 3 എന്താണോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതില്ല. തൽക്കാലത്തേക്ക് ഇത് 3 ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് എന്തുമായി റിലേറ്റഡ് ആണ്? ചിലപ്പോൾ എക്സാമിൽ അടുത്ത വട്ടം ചോദിക്കാം. ഈ 3 കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? യുനെസ്കോയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ കലിമത്തുൽ അറബിയ അൽ മുനാസബാലി കലിമത്തി മെന്ററിംഗ്. മെന്ററിംഗ് എന്ന വാക്കിന് യോജിച്ച അറബി പദം ഏതാണ്? തൗജീഹു സിയാസി, തൗജീഹു തർബവി, തൗജീഹു ഇദാരി, തൗജീഹു സിയാഹി. ഓക്കെ, യെസ്, തൗജീഹു തർബവി എന്നുള്ളതാണ്. അപ്പൊ തൗജീഹു തർബവി എന്ന് വെച്ചാൽ മെന്ററിംഗ് എന്നാണ്. അൽ മുഅല്ലിം, ഇവിടെ അധ്യാപകനെ എന്ന് പറഞ്ഞ് മെന്റർ എന്നും, മുവജ്ജിഹ് എന്നും, വിദ്യാർത്ഥിയെ മുവജ്ജഹ് എന്നാണ്. ഈ 2 എക്സാമിന്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുവജ്ജിഹ് ആരാണെന്നോ മുവജ്ജഹ് ആരാണെന്ന ചോദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓർക്കണം, അധ്യാപകൻ മെന്റർ ആണ്, മുവജ്ജിഹ് ആണ്. വിദ്യാർത്ഥി മുവജ്ജഹ് ആണ്, മെന്റിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ചോദിച്ച ഒരു ഭാഗമായിരുന്നു മെന്ററിംഗ് എന്നുള്ള ഒരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഈ ചോദ്യം. അപ്പൊ ഇവിടെ എന്താണ്? എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ്? ഒരു മെന്റർ ആണ് അധ്യാപകൻ എന്നാണ് മെന്ററിംഗിലൂടെ വായിക്കുന്നത്. ഒരു നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പറയുന്നത്. യൽസമു, അനിവാര്യമാണ്, തൗജീഹു തർബവി അശാമിൽ, പൂർണ്ണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള മെന്ററിംഗ്. നമ്മുടെ ലേണിംഗ് ഔട്ട്കംസിനെ പൂർത്തീകരിക്കാൻ എന്താണ്? മെന്ററിംഗ് കൂടി വേണം. വെറുതെ പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൃത്യമായി മെന്റർ ചെയ്ത് തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. സോ ബിഫോർ വൈൻഡപ്പിംഗ് യുവർ സെഷൻ, നമ്മൾ 2-3 വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ലുഗയെ പറ്റിയിട്ടാണ്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കാൻ. ലുഗ തഅരീഫ് ലുഗ പറഞ്ഞു, ലുഗ മുത്തസിലത്തുൽ സഖാഫത്തുൽ ഇൻസാൻ എന്ന് പറഞ്ഞു, വളായിഫ് ലുഗയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഫോണറ്റിക്സ്, ഫോണീംസ്, സിൻടാക്സ്, മോർഫോളജി, അതൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങളെ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ദിറാസത്തുൽ, അതായത് കാണാൻ മുതലിനെ ആലോചിക്കണം, മരിച്ചിട്ടില്ല, 30 കൊല്ലരുത് തൽക്കാലത്തേക്ക് എന്ന്. അതിന്റെ ഡേറ്റൂടെ നിങ്ങൾ പഠിക്കേണ്ടി വരും. നിങ്ങൾ ഒന്നും ചെയ്യല്ലേ, ഡേറ്റൂടെ പഠിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടൊന്നും ചെയ്യരുത്. മിനൽ കുല്ലി ഇല ജുസ് എന്നുള്ളതാണ്. ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ലാഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലുവ, പിന്നെ വലായിഫ് ലുവ, പിന്നെ അറാദ് ദിറാസത്ത് ലുവ, റായിദു കവായിദ് ലുവ നോം ചോംസ്കി ആണ്. പിന്നെ ലാഡ് LSRW ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി, കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട അതുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇതെല്ലാം PSCക്ക് ചോദിച്ച സാധനങ്ങളാണ്, ഒക്കെ നമ്മൾ നോക്കിയതാണ്. അത്തുവാറിൽ തരാ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്, അതുകൊണ്ട് ഈ എക്സാമിന് ചോദിക്കും എന്ന പ്രതീക്ഷയോടെ കൂടി നിങ്ങൾ പോകും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അപ്പിടി വെട്ടും. അതുകൊണ്ട് എന്തും ചോദിക്കാം. പെഡഗോജി ഇന്നത് തന്നെ ഇമ്പോർട്ടന്റ് ഉള്ളൂ എന്നൊന്നുമില്ല. കാരണം അതൊരു വൈഡായിട്ടുള്ള സമൂഹമാണ്. നമ്മൾ ഇത്ര സാധനങ്ങളെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും അവർ വേറെ പലതൊക്കെ ചോദിക്കും. ഓക്കെ, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ചിലപ്പോൾ നിങ്ങൾ കുറെ പഠിച്ചിട്ട് പോകും, എക്സാമിന് ചോദിക്കണം നിങ്ങൾ കേട്ടൊക്കെ പഠിച്ച സാധനം മതിയായിരുന്നല്ലോ, എന്തിനാണ് കുറെ സാധനം. ചിലപ്പോൾ നിങ്ങളൊന്നും പഠിക്കൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പം ക്വസ്റ്റ്യൻ നല്ല ടഫാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും പടച്ചോനെ വല്ലതും പഠിച്ചാൽ മതി എന്നുള്ളത്. ഒക്കെ നമ്മുടെ തലയെഴുത്ത് പോലെ ഇരിക്കും. അപ്പൊ പിന്നെ കിതാബത്ത്, മുബാഹസ്, മുആലജത്തുൽ അഖ്താർ, അതൊക്കെ നമ്മൾ പറഞ്ഞ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ തിയറീസ് ഓഫ് ലേണിംഗിലേക്ക് വന്നു. ഇവാലുവേഷൻ, ഓക്കെ, തിയറീസ് ഓഫ് ലേണിംഗ് ആണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ബിഹേവിയറിസം പറഞ്ഞു, കൺസ്ട്രക്റ്റിവിസം പറഞ്ഞു, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറഞ്ഞു, അത് ലാഡ് എന്താന്ന് പറഞ്ഞു. ഒക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കണം, കാണിക്കണാണ്, ജസ്റ്റ് പറഞ്ഞു പോണതാണ്. ഓക്കെ,
ഫസ്ലുൽ ഷാമിൽ എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ നമ്മൾ എന്താണ് താരിഖുൽ മുസ്തഖർ എന്നും വസായിൽ തഅലീം എന്താണെന്നും ഇവാലുവേഷൻ എന്താണെന്നും പ്ലാനിങ് എന്താണെന്നൊക്കെ